ഇന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ പ്രത്യേക ഒരു വിഷയം ചർച്ച ചെയ്യണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ മലയാളി മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്ന ചില വാർത്തകൾ, ചില തെറ്റിദ്ധാരണ പരത്തുന്ന പ്രയോഗങ്ങൾ, ചില ക്ലിപ്പുകൾ, ചില പ്രഭാഷകരുടെ പ്രഭാഷണങ്ങളുടെ ചില സന്ദർഭത്തിലെ സാഹചര്യത്തിലെ ക്ലിപ്പുകൾ, അതോടനുബന്ധിച്ച് ചില വിഭാഗം പ്രചരിപ്പിക്കുന്ന കള്ളപ്രചരണങ്ങൾ, ഇതിന്റെ ഒക്കെ ഉദ്ദേശലക്ഷ്യവും ആ ആളുകളുടെ ഒക്കെ ഇതുകൊണ്ട് അവരുദ്ദേശിക്കപ്പെടുന്ന നേട്ടങ്ങളും മറ്റുമൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരാം എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നതൊരു ചർച്ചയാണ്. നമ്മുടെ വാദങ്ങൾക്ക് എതിരുള്ള ആളുകൾ അവരുടേതായ വാദങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ നൽകുന്നതാണ്. ഇത് ഏകപക്ഷീയമായ വിഷയാവതരണത്തിൽ അവസാനിപ്പിച്ച് ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് തീരുമാനമായ ശേഷം മാത്രം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ക്ലാസ് റൂമിൽ നിന്ന് പോയാൽ മതി. ഏതായാലും ഒരു മൈതാനിയിൽ വന്ന് കിലോമീറ്ററുകളോളം യാത്ര ചെയ്തൊരു മൈതാനിയിൽ വന്നുകൊണ്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നല്ലോ. അവനാന്റെ റൂമിലോ ഓഫീസിലോ അല്ലെങ്കിൽ തങ്ങൾക്ക് വിശ്രമിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചോ ഇരുന്ന് സംബന്ധിക്കുകയാണല്ലോ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങളുടെ മുഴുവൻ അഭിപ്രായങ്ങളുമൊക്കെ രേഖപ്പെടുത്തുകയും ചോദിക്കുകയും ചെയ്ത ശേഷം മാത്രം പിരിഞ്ഞാൽ മതി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കേരളത്തിൽ നിലവിൽ വന്നത് 2015 1926 അന്നു മുതൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായ നിലപാടുകൾ, അതിന്റെ നേതൃത്വം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ച ഒരു നിലപാട് ഏത് വിഷയസംബന്ധിയായും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരെ ബദഈ കക്ഷികൾ ചില പുത്തൻവാദങ്ങളുമായി രംഗത്ത് വന്ന് ഇസ്ലാമിക സംഘടന, മുസ്ലിം സംഘടന എന്നൊക്കെ പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനും സുന്നത്ത് ജമാഅത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും
കാലാകാലങ്ങളായി പല ഇസ്ലാമിക ജമാഅത്തുകളും മുസ്ലിം ജമാഅത്തുകളും ഒക്കെ കേരളത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ചില പദങ്ങളും പേരുകളുമൊക്കെ സംഘടനകൾക്ക് ഉപയോഗപ്പെടുത്തി സംഘടനകളുടെ പേരായി നാമകരണം ചെയ്ത് യഥാർത്ഥത്തിൽ ഉള്ള പരിശുദ്ധമായ ഇസ്ലാമിക വിശ്വാസത്തിൽ, ഇസ്ലാമിക സാഹചര്യത്തിൽ, ഇസ്ലാമിക സംഘശക്തിയിൽ വിള്ളലുകൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ചരിത്രം നൽകുന്ന വിവരങ്ങൾ അതിന്റെ മാനദണ്ഡങ്ങൾ അത് ശരിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ദീന് കേരളക്കരയിലെത്തിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഈ കേരള മുസ്ലിങ്ങളെ നേതൃത്വം വഹിച്ചിരുന്നത് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളും മശായിഖന്മാരും സയ്യിദ് സാദാത്യങ്ങളും മഖ്ദൂമി പാരമ്പര്യമുള്ള വലിയ പണ്ഡിതന്മാരുമായിരുന്നു. അവരുടെ കാലഘട്ടത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘശക്തി ഇവിടെ രൂപീകൃതമായത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന മഹിതമായ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ ആശയം അത് ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധമായ ദീനിന് എന്താണ് പരിശുദ്ധമായ ദീന്, അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ് എന്ന് പഠിപ്പിക്കുന്നതിന് ആ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ഇവിടെ രൂപീകൃതമായത്. അതിനെ തകർക്കാൻ പല കോലത്തിലും പല വേഷത്തിലും പല രൂപത്തിലും പല ആളുകളും കടന്നു വന്നിട്ടുണ്ട്. ചില ആളുകൾ ഉള്ളിൽ കയറി തകർക്കാൻ ശ്രമിച്ചവരുണ്ട്, ചിലർ പുറത്തുനിന്ന് തകർക്കാൻ ശ്രമിച്ചവരുണ്ട്, ചില ആളുകൾ ഉള്ളിൽ കയറി തകർക്കാൻ കഴിയാതെ പുറത്തുപോയി തകർക്കാൻ ശ്രമിച്ച ആളുകളുണ്ട്. ഏതായാലും പല രൂപത്തിലുള്ള ഇതിനെ തകർക്കാൻ പല രൂപത്തിലും പല ആരോപണങ്ങളുമായി എന്നും ആളുകൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ആളുകളുടെ ആരോപണങ്ങൾ വളരെ ബാലിശമായിരുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിന്തുടരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള കാര്യമല്ല. ഇവിടുത്തെ മുസ്ലിയാക്കന്മാരെ പോലെ തന്നെ സഹാബത്തിന്റെ പ്രവർത്തനവും ദീനിൽ തെളിവല്ലാത്തത് കൊണ്ട് തന്നെ സഹാബത്തുൽ കിറാമിന്റെ പ്രവർത്തനങ്ങൾ ദീനിൽ തെളിവാണെന്ന് പറഞ്ഞ് പ്രവാചകരുടെ കാലത്തില്ലാത്ത പലതും ദീനിൽ കടത്തിക്കൂട്ടിയവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന ആരോപണമായിരുന്നു. മറ്റു ചില ആളുകൾക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യപ്പെടുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന പരിശുദ്ധമായ ദീനിന്റെ പ്രവർത്തനങ്ങളൊക്കെ ബഹുദൈവാരാധനയുടെ ഭാഗമാണ് എന്ന് ചിത്രീകരിക്കാനാണ് ചില ആളുകൾ ഇവിടെ ശ്രമം നടത്തിയത്. ചില ആളുകളാണെങ്കിൽ മറ്റു പല അബദ്ധവിശ്വാസങ്ങളും തരീഖത്തുകളുടെ പേരിലൊക്കെ കള്ളത്തരമുണ്ടാക്കി ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ച് പല കള്ളത്തരങ്ങളും അവതരിപ്പിക്കുന്നതിലായിരുന്നു. അതാണ് ദീന്, ശരീഅത്ത് എന്ന് പറയുന്നതിന് ഒരു വിലയുമില്ല എന്ന നിലപാട് സ്വീകരിച്ച് കുറെ ആളുകൾ രംഗപ്രവേശം ചെയ്തു. ചില ആളുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി അകന്നു നിൽക്കാൻ ചെറിയ മസ്അലാപരമായ വിഷയത്തിന്റെ പേരിൽ പുതിയ സംഘടനകളുമായി പുറത്തേക്ക് പോയി. അതിനു മുമ്പ് ചില ആളുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത നിലപാട്, തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത നിലപാട് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് പുറത്തുപോയി. അഖില കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചില പ്രവർത്തകർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനം, തബ്ലീഗ് ജമാഅത്തിനെതിരെ എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സംഘടന രൂപീകരിച്ചതിന്റെ സംഘടനയുമായി പ്രവർത്തിച്ച ചില ആളുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് നുഴഞ്ഞു കയറുകയും സുന്നി തീവ്രവാദം പ്രചരിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഞാനൊരു തികഞ്ഞ സുന്നിയാണെന്ന് ഉസ്താദുമാരെ പല നിലക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിക്കുകയും ചെയ്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകനാണ്
യഥാർത്ഥ സുന്നത്ത് ജമാഅത്തുകാരനാണ് എന്ന നിലപാടുമായി ചില ആളുകൾ രംഗപ്രവേശം ചെയ്തു. ആ ആളുകളുടെ യഥാർത്ഥമായ സ്വപ്നം അത് പള്ളിയിലെ മിഹ്റാബായിരുന്നില്ല, പള്ളിയിലെ മിമ്പറായിരുന്നില്ല. അവരുടെ യഥാർത്ഥമായ ലക്ഷ്യം രാഷ്ട്രീയത്തിലെ ഉന്നതമായ സ്ഥാനമായിരുന്നു എന്ന് കാലക്രമേണ അവരുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയിലുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയിൽ അവരവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങളും അവരുടെ അപേക്ഷകളും അത് സാക്ഷ്യം വഹിക്കുന്നതാണ്. അതിനുവേണ്ടി മാത്രം തീവ്രമായ സുന്നി മുഖച്ചട്ട അണിയുകയും യഥാർത്ഥത്തിനുള്ളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആത്മാർത്ഥമായ ഒരു കണിക പോലും ഇല്ലാതിരിക്കുകയും ചെയ്ത ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് തീവ്ര സുന്നി പരിവേഷവുമായി രംഗപ്രവേശം ചെയ്തു. അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ സ്വീകരിച്ചിരുന്ന നിലപാടുകളെ പരസ്യമായി വിമർശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മഹാന്മാരായ ഉസ്താദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ തുടങ്ങി ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് നവറല്ലാഹു മർക്കദ, അതുപോലെ തന്നെ മഹാന്മാരായ കെ അബൂബക്കർ ഹസ്രത്ത് ഉസ്താദ് നവറല്ലാഹു മർക്കദ തുടങ്ങി വലിയ വലിയ മഹാന്മാരെ കുറിച്ചൊക്കെ രാഷ്ട്രീയം ആരോപിക്കുകയും വഹാബീസം വരെ ആരോപിക്കുകയും അതൊരു വേള കുഫ്രിയത്തിന്റെ ആരോപണത്തിലേക്ക് വരെ എത്തി നിൽക്കുകയും ചെയ്തത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ തിരിച്ചറിയാൻ കഴിയും. പള്ളികളായ പള്ളികൾക്കൊക്കെ സുന്നി എന്നിടാനുള്ള പല ശ്രമങ്ങളും ഈ ആളുകൾ നമ്മുടെ അടുത്ത കാലഘട്ടത്ത് തങ്ങൾ സുന്നികളാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പല ശ്രമങ്ങളും നടത്തി. ഇടക്കിടക്ക് ഇങ്ങനെ പറയാം സുന്നിയാണ്. അവർക്ക് തന്നെ എന്തോ ഒരു സംശയമുള്ളതുപോലെ എന്തുണ്ടാക്കിയാലും അതിമ സുന്നി കൊണ്ടുപോയി കേൾക്കുക, അതിമൊന്ന് സുന്നിടുക. മദ്രസ ആണെങ്കിൽ സുന്നി മദ്രസ, സ്കൂളാണെങ്കിൽ സുന്നി സ്കൂള്, വീടാണെങ്കിൽ സുന്നി ബൈത്ത്, അല്ലേ, പള്ളിയാണെങ്കിൽ സുന്നി മസ്ജിദ്, യത്തീങ്ങാനാണെങ്കിൽ സുന്നി യത്തീങ്ങാന, മർക്കസ് ആണെങ്കിൽ സുന്നി മർക്കസ്. ഒരു 10-30 വയസ്സൊക്കെ ഉള്ള ആളുകൾ, നമ്മുടെ ക്ലാസ് റൂമിലുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമുണ്ട്. കുറച്ച് കാലഘട്ടങ്ങൾക്കൊക്കെ മുമ്പ് വരെ കേരളത്തില് ചില സ്ഥാപനങ്ങളുടെ സമ്മേളനം ഉണ്ടാവുമ്പോൾ സുന്നി മർക്കസ് സമ്മേളനം എന്നായിരുന്നത്. സുന്നി മർക്കസ് സമ്മേളനം അത് കണ്ടിരുന്ന ആളുകൾ നമ്മുടെ ക്ലാസ് റൂമിലില്ലേ? സുന്നി മർക്കസ് സമ്മേളനം. റോഡായ റോഡും പാലമായ പാലങ്ങളും പാറയായ പാറയുമൊക്കെ സുന്നി മർക്കസ് എന്ന് എഴുതി വച്ചിരുന്നു. 2-3 വർഷങ്ങളായി അല്ലെങ്കിൽ 4-5 വർഷങ്ങളായി ഇപ്പൊ നടന്ന 1-2 സമ്മേളനങ്ങൾക്ക് സുന്നി മർക്കസ് സമ്മേളനം എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സുന്നി മർക്കസ് സമ്മേളനം. മുമ്പ് സുന്നി മർക്കസ് എന്ന് എഴുതാത്തൊരു സമ്മേളനം കേരളത്തിൽ നടന്നു പോയിട്ടില്ല. ഇപ്പൊ വെറും മർക്കസ് സമ്മേളനമായി. മർക്കസ് സമ്മേളനം അത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇപ്പോ അവരെഴുതുന്ന എഴുത്തുകളിലൊക്കെ ബോർഡായ ബോർഡുകളിലും ബാനറായ ബാനറുകളിലും പാറയായ പാറയിലുമൊക്കെ ഇപ്പൊ വെറും മർക്കസ് സമ്മേളനമാണ്. അന്നൊന്നും ഒരുപോലെയല്ല. അന്ന് സുന്നി മർക്കസ് ആയിരുന്നു. സുന്നി പോയി അവരുടെ സെന്ററുകൾക്ക് പോലും ഇപ്പോൾ ഇസ്ലാമിക് സെന്ററാക്കി മാറ്റി. സെന്ററുകൾ പോലും ഇസ്ലാമിക് സെന്ററുകളാക്കി മാറ്റി. സുന്നി പ്രയോഗിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ സുന്നി എടുത്തു കളയുകയും പകരം ഒന്നുമില്ലാതിരിക്കുകയോ അതല്ലെങ്കിൽ ഇസ്ലാം എന്ന് ചേർക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പൊ നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്.
അത് പരിശോധിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. സുന്നി മർക്കസ് ഒരു ഐഡന്റിറ്റി ആയിരുന്നു. ഇപ്പൊ വെറും മർക്കസായി, വെറും ഒരു സർക്കസായി. ഇത് ഈ സർക്കസ് തിരിച്ചറിയണം എന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നമുക്ക് പറയാനുള്ളത്. അതവരുടെ പ്രയോഗങ്ങളിൽ മാത്രമല്ല, അവരുടെ വിശ്വാസങ്ങളിലേക്കും ഈ സർക്കസ് കയറി വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പച്ചക്കള്ളം ആരോപിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പച്ചക്കള്ളം സൃഷ്ടിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളസനദുകൾ കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളെ വഹാബികൾക്ക് ഒപ്പിച്ചു പറയുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഇത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. അവരുടെ പ്രവർത്തനത്തിലും പ്രയോഗങ്ങളിലും മാത്രമല്ല, വിശ്വാസത്തിലും സുന്നി വിരുദ്ധമായ നിലപാട്, പുത്തൻ വാദത്തോട് യോജിച്ചു നിൽക്കുന്ന നിലപാട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കാണാൻ കഴിയും. അപ്പോ ഈ വിഭാഗം ഇവിടെ കാലാകാലങ്ങളായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ കുതിര കയറാൻ ശ്രമിച്ചിരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി അവിഹിതമായ ബന്ധം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഉണ്ട് എന്നാരോപിച്ചിട്ടായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉസ്താദുമാർക്ക് ലീഗിന്റെ ആലയിൽ, ഏത് ലീഗിന്റെ ആലയിൽ? വഹാബികൾ അടങ്ങുന്ന ലീഗിന്റെ ആലയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സ്വാധീനമില്ലാത്ത ലീഗിന്റെ ആലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കൊണ്ടുപോയി കെട്ടാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്നായിരുന്നു. ഇപ്പൊ ചില ആളുകൾ ബോക്രാക്കാന്ന് പറയേണ്ടെന്ന ചില ആൾക്കാർ പറഞ്ഞത്. എന്നാ വേണ്ട, കാന്തപുരം എ പി അബൂബക്കർ മൗലവി പ്രായത്തിനെ ബഹുമാനിക്കണം, അതുകൊണ്ട് കാക്കാന്ന് പറയാൻ ഏറ്റവും നല്ലത്. അപ്പൊ ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം ഇപ്പോ ശിഹാബ് തങ്ങളെ കാലത്തെ ലീഗല്ല, ഇപ്പൊ ലീഗിന്റെ കുഴപ്പതാത്രേ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാലത്തെ ലീഗല്ല. നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലഘട്ടത്തെ ലീഗ് അന്ന് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് സെക്രട്ടറിയാണ് ഈ കാന്തപുരം മൗലവി, അല്ലേ? പിന്നെ രാജിവെച്ചതാന്ന് തോന്നുന്നുണ്ട്. കാരണം അന്ന് ഭയങ്കര ലീഗേറിനായിരുന്നു മൂപ്പര്. അന്ന് യൂത്ത് ലീഗ് സെക്രട്ടറി ആയിരുന്നു മൂപ്പരും തോന്നും. മൂപ്പര് വർത്താനം കേട്ടാ ഞാൻ ഇപ്പൊ ലീഗിലൊന്നുമില്ല, കാരണം പഴയ കാലത്തൊക്കെ ശിഹാബ് തങ്ങളെ കാലത്തെ ലീഗല്ല ഇപ്പോ, അതുകൊണ്ട് ഇപ്പൊ ലീഗിൽ നിന്നൊക്കെ രാജിവെച്ചിക്കുകയാണെന്ന് പറയുന്നത് പോലുണ്ട് മൂപ്പര് പ്രയോഗം. ഒരാളെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ആ കാലഘട്ടത്തെ ലീഗല്ല എന്ന് പറഞ്ഞാൽ വേഗമുണ്ടല്ലോ. ലീഗ് ഏത് കാലഘട്ടത്തെ ലീഗാവട്ടെ അല്ലാതെയാവട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലപാടുകൾ കൃത്യമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയം ഇല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു രാഷ്ട്രീയ സംഘശക്തിയല്ല. ഇവിടെ ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരെ അബദ്ധമായ വിശ്വാസവുമായി പുത്തൻ വാദങ്ങളുമായി ചില ആളുകൾ രംഗപ്രവേശം ചെയ്തപ്പോ അതിനെ പ്രതിരോധിക്കാനും യഥാർത്ഥമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസവും ആദർശവും കേരള മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് രൂപീകൃതമായതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ പ്രവർത്തന പരിധി അതിൽ നിന്നുകൊണ്ട് വളരെ ശക്തമായി 1926 മുതൽ 2015 വരെയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോ സുന്നത്ത് ജമാഅത്ത് മാറ്റി മുസ്ലിം ജമാഅത്താക്കാനൊന്നും ഒരു കാലത്തും ആരെയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമ്മതിച്ചിട്ടില്ല. സുന്നത്ത് ജമാഅത്ത് തന്നെ അത് പറയുന്നിടത്ത് തന്നെ എന്നും
ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുള്ളത്. അത് ജീവിതത്തിലും അത് വിശ്വാസത്തിലും പ്രവർത്തനത്തിലും ഒരുപോലെ അത് നേടിച്ചു നിൽക്കുകയും ചെയ്യും. അല്ലാതെ ബോർഡ് എഴുതി വെക്കുന്നോടത്ത് മാത്രം സുന്നി എന്ന് എഴുതി വെക്കുകയും പുറത്തിറങ്ങിയാൽ അസുന്നിയാകുകയും ചെയ്യുന്ന വൃത്തികെട്ട ഈ നിലപാട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക്, നേതാക്കന്മാർക്കുണ്ടായിട്ടില്ല. അവരെന്നും കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. ഇവിടെ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ കേരളക്കരയിൽ പ്രവർത്തിച്ച വലിയ മഹാനായ സയ്യിദാണ്. ഇപ്പോ ഒരു 4 ദിവസം മുമ്പ് ഒരു ക്ലിപ്പ് ബഹുമാനപ്പെട്ട ഹുസൈൻ രണ്ടത്താണി സാഹിബിന്റേതായിട്ട് കേൾക്കാൻ കഴിഞ്ഞു. ആരാണ് സയ്യിദ് അബ്ദുറഹ്മാൻ സാഹിബ്? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ഹുസൈൻ രണ്ടത്താണി സാഹിബ് പ്രസംഗിക്കുക. ആരാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ? അദ്ദേഹം വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. മഹാനവറുകൾ അദ്ദേഹം മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ സ്വന്തം ചെലവിൽ ദർസ് നടത്തിയിരുന്നത്, സ്വന്തം ചെലവില് മൗനത്തുൽ ഇസ്ലാം സഭ നടത്തിയിരുന്നത്, സ്വന്തം ചെലവിൽ അങ്ങനെ ദീനീ പ്രവർത്തനത്തിന്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് തന്റെ സ്വന്തം സമ്പത്ത് ചെലവഴിച്ചിരുന്ന വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. അതോടുകൂടെ തന്നെ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങള് ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിന്റെ മൊത്തത്തിലുള്ള സാമുദായികമായ, രാഷ്ട്രീയപരമായ, എല്ലാ വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുകയും അദ്ദേഹം ചെയ്തിരുന്നു. ഈ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ കാണിച്ചു തന്ന മാതൃക തന്നെയാണ് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളിലും ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളിലും ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളിലും നമുക്ക് കാണാൻ കഴിയുക. അതിന്റെ അപ്പുറത്തൊരു മാതൃക അല്ല. അതിന്റെ അപ്പുറത്തൊരു പ്രത്യേക മാതൃക, അതപ്പുറത്ത് ഒരു ചിന്താഗതിയോ അതിന്റെ അപ്പുറത്തൊരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു. മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം സൃഷ്ടിച്ച ആളുകൾ അന്ന് തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചത് തങ്ങൾ ചില രാഷ്ട്രീയ വേദികളിൽ മുഖം കാണിച്ചതായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രഭാഷണത്തിൽ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രയോഗിച്ച ചില വാക്കുകളുണ്ട്. ആ വാക്കിൽ അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എന്റെ വന്യപിതാവ് മഹാനായ PMSA പൂക്കോയ തങ്ങൾ കാണിച്ചു തന്ന മാതൃകയിൽ നിന്നൊരൽപ്പം വ്യതിചലിച്ചിട്ടില്ല. കേരള മുസൽമാന്റെ എക്കാലത്തെയും വലിയ നേതാവായിരുന്ന ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ കാണിച്ചു തന്ന മാതൃകയിൽ നിന്നും ഞാൻ ലവലേശം വ്യതിചലിച്ചിട്ടില്ല. അവർ ഏതൊക്കെ വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നോ, സമുദായത്തിന് ഗുണകരമായ ഏതൊക്കെ പ്രവർത്തന രംഗത്ത് അവർ നിന്നിട്ടുണ്ടോ, അത് തന്നെയാണ് എനിക്കും മാതൃകയായിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം എന്നിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു ഉറച്ച വിശ്വാസവും ഒരു ഉറച്ച പ്രവർത്തനവും എന്നും മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സുന്നത്ത് ജമാഅത്ത് സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്ന ഏർപ്പാട് മഹാന്മാരായ പാണക്കാട് തറവാട്ടിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കൊടികെട്ടിയ മുജാഹിദുകാരൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിലും, എന്തൊരു വിഷയം അവിടെ ഉണ്ടെങ്കിലും, ആരെന്ത് ബുദ്ധിമുട്ട് വന്നവിടെ പറഞ്ഞാലും, പാണക്കാട്ട് സാദാത്തീങ്ങളിൽ ആരായിരുന്നാലും അവര് പറയും, ഇലാ ഹളറത്തി റൂഹി നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യും. അതേപോലെ തന്നെ എത്ര വലിയ മുജാഹിദുകളോ ആരെന്നെ അവിടെ വന്നിരുന്നാലും അവർക്ക് വേണ്ട രൂപത്തിൽ മന്ത്രിക്കുകയാണെങ്കിൽ മന്ത്രിക്കാനും,
അതുപോലെ തന്നെ ദിക്റുകൾ എഴുതി നൽകുകയാണെങ്കിൽ അത് എഴുതി നൽകാനും, നൂലൂതി കെട്ടിക്കൊടുക്കേണ്ടി വന്നാൽ അതിനും, ആരുടെ മുമ്പിലും എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും എത്ര കൊടികെട്ടിയ കാറിൽ ആരൊക്കെ അവിടെ വന്നിരുന്നാലും അതൊന്നും അവരുടെ ഒന്നും മുഖം നോക്കാതെ അവിടെ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശപ്രകാരം ആ വീടുകളിലൊക്കെ ഇന്നും എന്നും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്നു മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊക്കെ കേട്ട ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. മഹാനവറുകളുടെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട അമുസ്ലിം സ്ത്രീ കടന്നു വന്നുകൊണ്ട് എന്റെ പശു എന്നെ കറക്കാനയക്കുന്നില്ല, പാല് കറക്കാനയക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് വാവിട്ട് കരയുമ്പോ ഉള്ളിൽ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരൊത്തൊരുമിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചർച്ചയിലായിരുന്നു. രാഷ്ട്രീയപരമായ വലിയ ഉഭയകക്ഷി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പുറത്തു വന്ന ആ പാവപ്പെട്ട അവിടെ വന്ന് തങ്ങളുടെ മുമ്പിൽ വന്ന് ആവരാതി പറഞ്ഞ ആ സ്ത്രീക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു മഹാനവറുകൾ ചെയ്തത്. ആരെ മുമ്പിലാണെങ്കിലും അവിടെ ഈ രൂപത്തിലൊരു ചികിത്സ ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആത്മീയമായ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ആത്മീയമായ ചികിത്സകളോ നിർവഹിക്കുന്നതിനോ, അതെത്ര ഭൗതികവാദി കടന്നു വന്നാലും, എത്ര നിരീശ്വരവാദികൾ അവിടെ ഉണ്ടെങ്കിലും, എത്ര പുത്തൻവാദികളും പുതുപുത്തൻവാദികളും അവിടെ വന്നാലും ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കോ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കോ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾക്കോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്കോ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ ആദർശങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് ലവലേശം കൂസലുണ്ടായിട്ടില്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം ചില ആളുകൾ അവര് സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്ന ഏർപ്പാടാണ്. ബഹ്റൈനിൽ പോയാൽ ലേഡീസ് കമ്പാർട്ട്മെന്റുള്ള പള്ളികളിൽ കയറി ലേഡീസ് അടക്കമുള്ള ആളുകൾക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ഖുതുബ നിർവഹിക്കുകയും കയ്യിൽ വാള് പിടിക്കാതെ ഖുതുബ നിർവഹിക്കുകയും ലേഡീസുള്ള പള്ളികളിൽ അവർക്ക് ജമാഅത്തുകൾക്കും ഖുതുബക്കുമൊക്കെ നേതൃത്വം നൽകുകയും ചെയ്യും. 8 റക്അത്ത് തറാവി നിസ്കരിക്കുന്ന പള്ളികളിൽ പോയി 8 റക്അത്ത് തറാവി നിസ്കരിച്ചിറങ്ങിപ്പോരും. പിന്നിൽ അറബികളാണെങ്കിൽ അവരുടെ വിശ്വാസം, അവരുടെ ആദർശം സുന്നി വിരുദ്ധമാണെങ്കിൽ അവർക്കൊപ്പിച്ചുകൊണ്ട് കൂട്ടുപ്രാർത്ഥന നടത്താതെ എഴുന്നേറ്റു പോകും. മുജാഹിദും ജമാഅത്തുമായി തോളുരുമ്മി യോഗങ്ങളിൽ ഗൾഫ് നാടുകളിൽ പ്രവർത്തിക്കുമ്പോ നാട്ടിലേക്ക് കത്തെഴുതും, ഞാൻ വരുന്നതുവരെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി ഒന്നും എഴുതിപ്പോകരുത്. കുവൈത്ത് ദീനാറിന്റെ വല്ലാത്ത മോഹത്തിലാണെങ്കിലോ ജമാഅത്തും മുജാഹിദുമായി ഒരുമിച്ച് വേദി പങ്കിടുക മാത്രമല്ല, ഒരുമിച്ച് കരാർ എഴുതുകയും ഒപ്പുവെക്കുകയും ഒപ്പം നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യും. ഇന്നായിരുന്നുവെങ്കിൽ എപിയുടെ സെൽഫി ഫോട്ടോ നമുക്ക് കാണായിരുന്നു. ജമാഅത്തേറിനെയും അബ്ദുറഹ്മാൻ തർവായിയെയും അബ്ദുസമദ് കാത്തിബും കാന്തപുരവുമുള്ള സെൽഫി നമുക്ക് കാണാമായിരുന്നു. അന്ന് അദ്ദേഹത്തിന് അതിന്റെ സൗകര്യമില്ലാത്തതുകൊണ്ട് ഫോട്ടോഗ്രാഫറെ കൂടെ കൊണ്ടുപോയി ഫോട്ടോ എടുത്തുകൊണ്ട് പ്രദർശിപ്പിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ ചെക്കനും ചെക്കിയും നിൽക്കുന്നത് പോലെയായിരുന്നു കാന്തപുരവും കാത്തിബും തറുവായും നിൽക്കുന്നത്, അല്ലേ? അപ്പുറത്തും ഇപ്പുറത്തും ജമാഅത്തുകാരനും മുജാഹിദും നിന്നുകൊണ്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുക. ഈ അവിശുദ്ധ സെൽഫി
അത് സംഭവിച്ചത് 1989 ഡിസംബർ 21 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് കാന്തപുരം നടത്തിയ ഈ അവിശുദ്ധ കൂടിച്ചേരൽ, അതാണ് യഥാർത്ഥത്തിൽ കേരള മുസ്ലിം ജമാഅത്തായി ഈ അടുത്ത ദിവസം മലപ്പുറത്ത് പ്രസവിക്കപ്പെട്ടത്. അവിടെ നിന്ന് അവർ കൂടിച്ചേർന്നതിന്റെ ഫലമായി 25ഓളം വർഷം കാന്തപുരം ധരിച്ച ഈ ഗർഭമാണ് മലപ്പുറത്ത് പുറത്തു വന്നത്. അന്ന് രൂപീകരിച്ച, അന്ന് വിത്തുപാകിയ, അന്ന് അബ്ദുസ്സമദ് അൽ കാത്തിബും അബ്ദുറഹ്മാൻ തെർവായും കാന്തപുരത്തിൽ പാകിയ വിത്താണ് കാന്തപുരം 25 വർഷത്തെ 1/4 നൂറ്റാണ്ടിന്റെ ഗർഭധാരണത്തിന് ശേഷം മലപ്പുറത്തിന്റെ കുന്നിൻ മുകളിൽ വന്നുകൊണ്ട് പ്രസവിക്കപ്പെട്ടത്. അതാണ് യഥാർത്ഥത്തിൽ കേരള മുസ്ലിം ജമാഅത്ത്. സുന്നത്ത് ജമാഅത്തിനെ സുന്നത്ത് ജമാഅത്ത് എന്ന് പ്രയോഗിക്കണം. എല്ലായിടത്തും വളരെ തീവ്രമായി സുന്നി 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 എന്ന് പറഞ്ഞുകൊണ്ട്, സുന്നി എന്ന് കേട്ടാൽ തിളക്കണം ചോര സിരകളിൽ എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ്. സുന്നി എന്ന് കേട്ടാൽ ചോര തിളക്കണം സിരകളിൽ. ഇപ്പൊ അത് കേൾക്കുമ്പത്തിനോലെ ചോര തിളക്കും. ആരടാ സുന്നി എന്ന് പറഞ്ഞു. സത്യത്തിൽ അവർ പ്രയോഗിച്ച പ്രയോഗമായിരുന്നത് റിസാലയിലുണ്ടായിരുന്നു. എന്നും സുന്നി എന്ന് കേട്ടാൽ തിളക്കണം ചോര സിരകളിൽ, അല്ലേ? പഴയകാലത്തെ റിസാലകളിൽ ഉണ്ടായിരുന്ന ഒരു വാക്കായിരുന്നത്. ഇപ്പൊ സത്യത്തിൽ സുന്നി എന്ന് കേൾക്കുമ്പോഴേക്ക് അവരുടെ ചോര ചൂടാവും. ആരടാ സുന്നി എന്ന് പറഞ്ഞു. എന്തിനാടാ സുന്നി എന്ന് പറയുന്നത്? ആരോടാ ഈ സുന്നി എന്ന് പ്രയോഗിക്കുന്നത്? സുന്നി എന്ന് കേൾക്കുമ്പോഴേക്ക് ഒലിക്ക് വെറുപ്പായി തുടങ്ങി. ഇപ്പൊ ജമാഅത്തേരാ. ഇപ്പൊ നാട്ടിൽ ഏത് ജമാഅത്താണ് വരുന്നറിയില്ല. 2 ജമാഅത്തും ഏതായാലും പല കാര്യങ്ങളിലും യോജിപ്പുണ്ട്. 2 ജമാഅത്തും പല കാര്യങ്ങളിലും യോജിപ്പുണ്ട്. എന്താണവര്? മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനം. എന്നിട്ടോ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകളൊക്കെ, അല്ലേ, മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ ചിഹ്ന ഭിന്നമാകരുത്. ഇതാണ് ഒരാളുടെ വാദം. ആർക്കാ കൊടുക്കേണ്ടത്? മൂല്യം നോക്കിയിട്ട്. ചില ആളുകൾ ഇപ്പൊ അവർ സ്വന്തം സ്ഥാനാർത്ഥി നിർത്തുക. അപ്പൊ മൂല്യം നോക്കിയ ആളുകൾ സ്വന്തം സ്ഥാനാർത്ഥി നിർത്തുക, അല്ലേ? മൂല്യം നോക്കി അവസാനം സ്വന്തം സ്ഥാനാർത്ഥിന് അത്യാവശ്യം കുറെ കാലം മൂല്യം നോക്കിയപ്പോ അവർക്കും മൂല്യം സ്വയം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. ബാക്കിൽ തപ്പി നോക്കിയിട്ടുണ്ടാവാം ചിലപ്പോ. സ്വന്തം മൂല്യം ബോധ്യപ്പെട്ടപ്പോ, അല്ലേ, അവര് തന്നെ സ്വന്തം സ്ഥാനാർത്ഥികളായി. ഈ പൈൽസ് സംഘടന ഇപ്പോ കേരളത്തിൽ പലയിടത്തും മത്സരിക്കുന്നുണ്ട്, അല്ലേ? പല സ്ഥലങ്ങളിലും ഇവർ ചിഹ്നം വെച്ച് സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി ഈ പൈൽസ് സംഘടന മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1989 രൂപീകരിച്ച് 89 വിത്തുപാകി 2015 പുറത്തു വന്ന ഈ കേരള മുസ്ലിം ജമാഅത്ത്, കേരള മുസ്ലിം ജമാഅത്തിൽ എല്ലാ ആളുകൾക്കും പ്രവേശനമുണ്ട്. എല്ലാ ആളുകൾക്കും. സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാവുമല്ലേ? സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറയുന്നില്ല. കാരണം എല്ലാവർക്കും വേണല്ലോ, സ്ത്രീകൾക്ക് പ്രവേശനം വേണല്ലോ, അല്ലേ? സ്ത്രീകൾക്ക് പ്രവേശനം വേണം. കാരണം എന്താ? അംഗബലത്തിന് വേണ്ടി. എവിടെ അംഗബലം? അപ്പൊ സ്ത്രീകൾ പൊതുരംഗത്ത് വേണം, അല്ലേ? വേണ്ട, സ്ത്രീകൾ പൊതുരംഗത്ത് വേണ്ടത് രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ അത് ഒക്ടോബർ 10 ലോകൽ മെന്റൽ ഡേയിലാണ് ഈ സംഘടന രൂപീകരിച്ചത്. അതായാലും അന്ന് തെരഞ്ഞെടുത്ത് വളരെ നന്നായി. 2015 ഒക്ടോബർ 10 അല്ലേ തെരഞ്ഞെടുത്തു. അതേതായാലും അന്ന് തെരഞ്ഞെടുത്തത് വളരെ നന്നായി. കാരണം കുറച്ച് മെന്റൽ ബാധിച്ച ആളുകൾക്ക് മുമ്പിൽ വെച്ചിട്ടാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. എന്തിനായിരുന്നു ഇതുണ്ടാക്കിയത്? മറുപടി പറയാൻ കഴിയുമോ? ഇവരുടെ ഉദ്ദേശം സത്യത്തിൽ ഇതൊരു എന്ത് ശിശു എന്ന് പറയാൻ, ഒരു ചാപ്പിള്ളയായിരുന്നു. ഇതൊരു ചാപ്പിള്ളയായിട്ടാണ് പ്രസവിക്കപ്പെട്ടത്. ഇവരുദ്ദേശിച്ച ഉദ്ദേശത്തിൽ നിന്ന് പിറകോട്ട് പോയി ഒരു നയവുമില്ലാതെ വെറും ഒരു ചാപ്പിള്ളയായി പ്രസവിക്കപ്പെടേണ്ട ഗതികേടാണ് സത്യത്തിൽ 25 കൊല്ലത്തെ ഗർഭാധാരണത്തിന് ശേഷം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ
മലപ്പുറത്തിന്റെ കുന്നിൻ മുകളിൽ ഒക്ടോബർ 10 ലോക മെന്റൽ ദിവസത്തിൽ, ലോക മാനസിക രോഗ ദിനത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രസവിക്കപ്പെട്ടത് സത്യത്തിൽ ഒരു ചാപ്പിള്ളയായിരുന്നു. അതിന്റെ സവിശേഷതകളെക്കുറിച്ചൊന്നും പറയാനില്ല. അതിൽ ആർക്കാണ്, എത്ര വയസ്സുകാർക്കാണ് അതിൽ മെമ്പർഷിപ്പ് എന്ന് പോലും പറയാൻ കഴിയുന്നില്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു 90 വയസ്സ് 120 വയസ്സ്. കാക്കാന്റെ ഒരു കഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നമ്മൾ അറിയപ്പെട്ട ഒരു നേതാവ് അച്യുതാനന്ദന് മാത്രമാണ് ഇപ്പൊ അതിൽ ഒരു പ്രവേശനം ലഭ്യമാകാൻ ഇപ്പൊ സാധ്യത ഉള്ളത്. 90 വയസ്സ് മുതൽ 120 വയസ്സെന്നാണ് കാക്ക പറഞ്ഞത്. കാക്കല്ല, ചില ആളുകൾക്ക് കാക്ക എന്ന് പറഞ്ഞോട് താല്പര്യമില്ല. മൗലവി പറഞ്ഞത് 90 വയസ്സ് മുതൽ 120 വയസ്സുള്ള ആളുകൾക്കാണ് അതിൽ പ്രവേശം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പി.ടി. റഹീം അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു, അല്ല എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന, അത് രാഷ്ട്രീയപരമായ ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ. പി.ടി. റഹീമിനോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു 40 വയസ്സായാലാണ് അതിൽ പ്രവേശം. 40 വയസ്സ് എന്താ പത്? 40 വയസ്സൊരു സംഘടനയിൽ പ്രവേശനം ലഭിക്കാൻ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ മൗലവി അതേ യോഗത്തിൽ സംസാരിക്ക 18 വയസ്സാണ് ഇതിൽ പ്രവേശിക്കാനുള്ള അവസരം. 18 വയസ്സാണ് ആ സംഘടനയിൽ, 18 വയസ്സുകാർക്കാണ്. 18 വയസ്സുകാർക്കാണ് ആ സംഘടനയിൽ മെമ്പർഷിപ്പ് കൊടുക്കുക. എന്താണ് ഈ 18 വയസ്സും മുസ്ലിം സുന്നത്ത് ജമാഅത്തും തമ്മിലൊരു ബന്ധം? 18 വയസ്സും മുസ്ലിം സുന്നത്ത് ജമാഅത്തും തമ്മിൽ, അല്ലെങ്കിൽ 18 വയസ്സും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ? ഇസ്ലാമികമായി പ്രായപൂർത്തിയാകുന്ന കണക്കാ 18. എന്ത് ബന്ധമാണ് 18 വയസ്സിന് ഇസ്ലാമിലുള്ളത്? ജനാധിപത്യ സംവിധാനം ഉപയോഗപ്പെടുത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള പ്രായപൂർത്തിയുടെ കണക്കാണ് 18. അല്ലേ? വോട്ട് രേഖപ്പെടുത്താൻ, ലൈസൻസ് കിട്ടാൻ, സിഗരറ്റ് കിട്ടാൻ, മദ്യഷാപ്പുകളിൽ മദ്യം ലഭ്യമാകാൻ, ഇതൊക്കെ 18 വയസ്സിന്റെ കണക്കാണ്. പ്രായപൂർത്തിയായവർക്ക് മാത്രമേ ഇവിടെ മദ്യം വിതരണം ചെയ്യുകയുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ടാവും റോഡ് സൈഡിൽ വിൽക്കുന്ന ഗവൺമെന്റ് മദ്യഷാപ്പുകളിലൊക്കെ. അതിന് മുമ്പിലുണ്ടാവും ഒരു ബോർഡ്. കടകളിലുണ്ടാകും 18 വയസ്സായ പ്രായപൂർത്തിയായ ആളുകൾക്ക് മാത്രമേ ഇവിടുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഇവരെ പാർട്ടിക്ക് 18 വയസ്സാത്രേ. അതെന്ത് സംഘടന? രാഷ്ട്രീയപരമായ ലക്ഷ്യത്തിനല്ലെങ്കിൽ എന്താ സുഹൃത്തെ 18 വയസ്സും നിങ്ങളെ സംഘടനയും തമ്മിൽ ബന്ധം? SSF 18 വയസ്സുകാർക്കാ മെമ്പർഷിപ്പ്, SYS 18 വയസ്സുകാർക്കാ മെമ്പർഷിപ്പ്. എല്ലാ ആളുകൾക്കുമുള്ള സംഘടന എന്ന് പറഞ്ഞാൽ 0 വയസ്സ് മുതൽ മരിച്ചോളം എന്ന് പറഞ്ഞാൽ പോരെ? അല്ലേ? ഒരാളുടെ ജനനം മുതൽ മരണം വരെയുള്ള ആളുകൾക്ക് 0 വയസ്സ് മുതൽ എത്ര വയസ്സാണെങ്കിലും അദ്ദേഹം മരിക്കുന്ന അന്ന് വരെ ഒരാൾക്ക് അതിൽ മെമ്പർഷിപ്പ് ലഭ്യമാകുന്നല്ലേ പറയണ്ടു? അല്ലെങ്കിൽ വകതിരി പറ്റിയിട്ടാണെങ്കിൽ 7 വയസ്സ് മുതൽ എന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ അടിച്ചു നിസ്കരിപ്പിക്കേണ്ട സമയമാണെങ്കിൽ 10 വയസ്സ് മുതൽ എന്ന് പറഞ്ഞാൽ പോരെ? ഇസ്ലാമികമായി പ്രായപൂർത്തിയുടെ പ്രായം പറയണമെന്നുണ്ടെങ്കിൽ 15 വയസ്സെന്ന് പറഞ്ഞാൽ പോരെ? മറ്റേത് നോക്കാൻ പറ്റില്ലല്ലോ. അതല്ലെങ്കിൽ ഇവിടെ എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ ഈ പ്രയോഗം പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ
90 വയസ്സ് മുതൽ 120 വയസ്സ് വരെ എന്ന് പറയാം ഒരാള്, മറ്റാൾ പറയാം 18 വയസ്സ് മുതൽ തന്നെ എന്ന് പറയാം. ചില ആളുകളോട് 40 വയസ്സ് മുതൽ എന്ന് പറയാം. ചില ആളുകളോട് 50 വയസ്സായ ആളുകൾക്ക്, പിന്നെ കാന്തപുരം പറഞ്ഞ 50 വയസ്സായ ആളുകൾക്ക് ഈ സംഘടന 50 വയസ്സ്. ഓരോ ആളുകളോടും ഓരോ പ്രായം പറയുകയും ഓരോ ആളും ഓരോ പ്രായത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യാം. കാരണം ഇത് സത്യത്തിൽ ചാപ്പിള്ളയാണ്. ഇതിന് കേരളത്തിലെ സംഘടനാ ഭൂമികയിൽ പ്രത്യേകമായി ഒന്നും ചെയ്യാനില്ലാത്ത, ഒരു കാര്യവുമില്ലാത്ത, അവരുടെ ലക്ഷ്യം പോലും ഒഴിവാക്കിക്കൊണ്ട് ഏതായാലും ഗർഭം ധരിച്ചതല്ലേ പ്രസവിച്ചു കളയുക എന്നൊരൊറ്റ ഉദ്ദേശത്തിൽ ഒരു ചെറിയ ഹാളിന്റെ ഉള്ളിൽ കടന്നുവന്ന് ഒരു വൈകുന്നേരം പെട്ടെന്നാണ് പ്രസവിച്ചു. കൊട്ടിഘോഷിച്ച് കാലാകാലങ്ങളായി കൊട്ടിഘോഷിച്ച് വലിയൊരു സംഭവമായി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഈ സംഘടന സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ചെറിയ ഹാളിലേക്ക്, ഒരു ജില്ലയിലേക്ക്, ഒരു ചെറിയ ജില്ലയുടെ ഒരു ചെറിയ മൂലയിലേക്ക്, ചെറിയൊരു ഹാളിന്റെ ഉള്ളിലേക്ക് കുറച്ചാളുകളെ വിളിച്ചുകൂട്ടി പ്രഖ്യാപിക്കേണ്ട ഗതികേടുണ്ടായി. കാരണം ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയുകയില്ല എന്ന ബോധ്യപ്പെടൽ. അതിനു മുമ്പ് ചില ആൾക്കാര് നായടി മുതൽ നമ്പൂതിരി വരെ എല്ലാ ഹിന്ദുക്കൾക്കും നല്ലൊരു സംഘടന ഉണ്ടാക്കി. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രയോഗിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിന് ഇവിടുത്തെ രാഷ്ട്രീയ ശക്തികളിൽ നിന്ന് ലഭ്യമായ തിരിച്ചടിയും അതിൽ നിന്ന് അവർക്കുണ്ടായ ബോധവും അതുമൂലം അവര് ഉപേക്ഷിക്കപ്പെട്ട ആ സംഘടനാപരമായ സാധ്യതയും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹവും രാഷ്ട്രീയം ഇല്ലാതെ പറഞ്ഞു പോയത്. അല്ലേ? ശരിക്ക് ചീറ്റിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. ഇത്ര വലിയൊരു സംഭവം, ഭയങ്കര സംഭവം, എല്ലാവരെയും അംഗങ്ങളാക്കിക്കൊണ്ട് വലിയൊരു സംഭവമായി രംഗത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച സംഘടന ഒരു വൈകുന്നേരം 5 മണി മുതൽ 5 മണിക്കെന്ന് അങ്ങട്ടായ പിന്നെ മഗ്‌രിബ് വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് അസർ, അല്ലെ, മഗ്‌രിബ് വാങ്ങി കൊടുക്കുന്ന മുമ്പിൽ പിരിച്ചുവിടുമാണല്ലോ. അങ്ങനെ 5 മണി മുതൽ ഒരു 4-5 മണി മുതൽ തുടങ്ങി അസറിന് ശേഷം തുടങ്ങി മഗ്‌രിബിന് മുമ്പായി അവസാനിപ്പിക്കുന്ന വലിയൊരു ലോകമഹാസമ്മേളനം എവിടെ വെച്ചിട്ടുണ്ടായത്? മലപ്പുറത്തെ ഒരു ചെറിയ ഹാളിനുള്ളിൽ. അതോടുകൂടി സംഭവം ഇല്ലാതെയായി. അവിടെ തന്നെയായിരുന്നു ഞങ്ങൾ നോക്കിക്കണ്ടിരുന്നത്. കോഴിക്കോടോ അതല്ലെങ്കിൽ എറണാകുളത്തോ തിരുവനന്തപുരത്തോ വെച്ചൊക്കെ പ്രഖ്യാപിക്കപ്പെടേണ്ട ഒരു വലിയ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കേണ്ട ഈ സംഭവം ഒരു വൈകുന്നേരത്തേക്ക്, അല്ലെ, ആരും കാണാതെ നല്ല ഒരു വൈകുന്നേര പരിപാടി, ഒരു ചായ സൽക്കാരത്തിലേക്ക് സത്യത്തിൽ ആ ആളും അർത്ഥവുമുള്ള ഘനഗംഭീരമായ വലിയ ഒരു കല്യാണത്തിലേക്ക് ഒരുക്കേണ്ട പരിപാടി, ആടും കോഴിയും അതുപോലെ തന്നെ മന്തിയും കബ്സയും നെയ്ച്ചോറും ബിരിയാണിയും തേങ്ങാച്ചോറും വെറുംചോറും പായസവും ഒക്കെ ആയി ഉണ്ടാക്കേണ്ട വലിയൊരു കല്യാണം 4 മണിക്ക് ബിസ്ക്കറ്റും ചായയും കൊടുത്ത് പിരിച്ചുവിടേണ്ട ഗതികേടുണ്ടായെങ്കിൽ എന്തോ ചെക്കനോ പെണ്ണിനോ കൊട്ടിഘോഷിച്ച കല്യാണം ആ പ്രകാരം നടത്താൻ, ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ എന്തോ സംതിങ് സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വിവേകമുള്ള ആളുകളാണ് കേരളത്തിലുള്ള ആളുകൾ. അറിയോ? കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളിത് പ്രഖ്യാപിച്ചതാണ് ഇത് നടത്തുന്നതാർന്നത്. എന്നിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞ് നടത്തിയപ്പോൾ സ്ഥിതിയോ, വലിയ സമ്മേളനത്തിൽ വെച്ച് ഞങ്ങൾ ഇത് പറഞ്ഞതാണ്. ഇതിനെക്കുറിച്ചിട്ട് ഞങ്ങൾ വലിയൊരു സംഭവം ഇതാ ഇവിടെ നടത്താൻ പോകുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. എന്നിട്ട് എന്തുണ്ടായി? വലിയൊരു സംഭവം ഞങ്ങളിതാ നടത്താൻ പോണു എന്ന് പറഞ്ഞിട്ട് എന്തേ നടന്നത്? അത്ര കാലം മുമ്പ് നിങ്ങൾ പ്രഖ്യാപിച്ചൊരു സംഭവം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതുപോലെ ചീറ്റിപ്പോവോ? അവിടെ വെച്ചുകൊണ്ട് നിങ്ങളുടെ തന്നെ എന്ത് നേതാവ് മൂപ്പർക്ക് എന്താ പേര്? എല്ലാ ആൾക്കാർക്കും എന്തൊരു ഒരു കുലമാന്നുണ്ടല്ലോ. ബലിക്ക് ഇയാൾക്ക് എന്താ ഇട്ടുന്നത്? സുലൈമാൻ മൂലിയർക്ക്
എന്തുലമയാണ് അയാള്? എന്തൊരു ഉലമയാണല്ലോ മൂപ്പരും. എല്ലാവരും ഓരോ ഉലമകളാണല്ലോ. ഇയാൾ എന്തുലമയാണ്? ഇയാൾക്കുണ്ടല്ലോ എന്തൊരു പേര്, മുടിയുലമ എന്നൊന്നുമില്ല, എല്ലാത്ത പറയണ്ട, എന്തോ ഒരു ഉലമയാണ് അല്ലേ? മൂപ്പരവിടെ വെച്ചിട്ട് പറഞ്ഞു, 100 100 200 എന്താട്ടെ, എന്തായാലും ആ സാധനം അവിടെ വെച്ചിട്ട് പ്രസംഗിച്ചു. സുഹൃത്തുക്കളെ, ഇനിയിപ്പോ ഒരു സംഘടന അള്ളാഹു കാക്കട്ടെ അല്ലേ, ഇനിയിപ്പോ ഒരു സംഘടന അള്ളാഹു കാക്കട്ടെ, ഇനിയും ഭിന്നിപ്പില്ലാതെ അള്ളാഹു കാക്കട്ടെ. മൂപ്പരവിടെ ദ്വേർക്കുക, ഇനിയൊരു സംഘടന ഇനിയും ഭിന്നിപ്പില്ലാതെ അള്ളാഹു കാക്കട്ടെ. സംഘടനയൊക്കെ ഭിന്നിപ്പിനാണ് പുതിയ പുതിയ സംഘടനകൾ. അള്ളാഹു ഭിന്നിപ്പില്ലാതെ കാക്കട്ടെ. എന്നിട്ടത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവരുണ്ടാക്കുന്ന സംഘടന എന്ന് വേണ്ട മൂപ്പര പ്രസംഗ. എന്താ പ്രസംഗം? മൂപ്പര പ്രസംഗിക്കുക, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, പഴയ കാലത്ത് തന്നെ ഇസ്ലാം ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ നമ്മൾ സുന്നത്ത് ജമാഅത്ത് എന്നും സമസ്ത എന്നൊക്കെ പറഞ്ഞത്? കാരണം ഇസ്ലാമിൽ ബിദ്അത്തുകാരുമുണ്ട്, പല ആളുകളും ഇസ്ലാമിന്റെ പേരിൽ ബിദ്അത്തുകാർ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, സുന്നി, സമസ്ത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നത്. ഇങ്ങനെ തന്നെ പറയണമെന്നും ഇങ്ങനെ തന്നെ പ്രയോഗിക്കണമെന്നും സുന്നി എന്നും സമസ്ത എന്നും തന്നെ പ്രത്യേകമായി പ്രയോഗിക്കണമെന്നും പറയണമെന്നും ഒക്കെ അദ്ദേഹം ക്ലാസ്സിൽ പറയാറുണ്ടായിരുന്നു എന്ന് ചില അഹ്സനിമാർ എന്നോട് പറഞ്ഞു. അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അങ്ങനെ പറയാറുണ്ടായി. അത് മൂപ്പര ആ യോഗത്തിലും വെച്ച് മൂപ്പരാണ് പറഞ്ഞു. അതോടുകൂടി പിന്നെ കുടുങ്ങിയല്ലോ. ഇപ്പോ റഹ്മത്തുള്ള കാസിമിയുടെ ക്ലിപ്പിട്ടിട്ട് മുസ്ലിം ലീഗിന്റെ പേരിൽ മുസ്ലിങ്ങളൊക്കെ ഒന്നിച്ചു നിൽക്കണം എന്നതിനുള്ള ഹദീസ് അല്ലെ, ഒരു ഹദീസ് ഓതിയിട്ട് മുസ്ലിങ്ങളൊക്കെ ഒന്നിച്ചു നിൽക്കണം, ഒന്നിച്ചു നിൽക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്നൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗം എടുത്തുകൊണ്ട് ചില ആൾക്കാർ ഇങ്ങനെ യൂട്യൂബിലൂടെയും പിന്നെ വാട്സപ്പിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടെയൊക്കെ പ്രദർശിപ്പിക്കുക. എന്നാൽ ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ സംഘടന ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒന്നിച്ചു നിൽക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് പേരുടെ ദ്രേമ സക്കാഫി അവിടെ വെച്ച് പ്രസംഗിച്ചില്ലേ? ഈ മുസ്ലിം ജമാഅത്തിന്റെ പേരിലാണ് ജമാഅത്തിന്റെ പേരിൽ ഒന്നിക്കണമെന്ന് പറഞ്ഞതെന്ന് പേരുടെ ദ്രേമ സക്കാഫി അവിടെ വെച്ച് പ്രസംഗിച്ചില്ലേ? 2015 മുമ്പ് മരിച്ചുപോയ ആൾക്കാരൊക്കെ നൂറുലുലമയും അതേപോലെ തന്നെ താജുലുലമയൊക്കെ എന്തേ സ്ഥിതി? അപ്പോ എവിടെങ്കിലും ഒരു ഒന്നിക്കണം എന്ന് കാണുന്നോർത്ത് സാധാരണഗതിയിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു ഹദീസാണത്. അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമിയുടെ പേരിൽ കുതിര കയറി റഹ്മത്തുള്ള കാസിമിയെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് വാട്സപ്പിലൂടെ അത് പിന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മുടിക്കുട്ടികളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് അതേ പ്രയോഗം. പേരുടെ ദ്രേമ സക്കാഫി, നിങ്ങളുടെ ഈ അവിശുദ്ധ സംഘടനക്ക് 1989 ഡിസംബർ 21 ഉച്ചക്ക് അബ്ദുറഹ്മാൻ തർവായിൽ നിന്നും അബ്ദുസ്സമദ് അൽ കാത്തിബിൽ നിന്നും ഗർഭധാരണം ധരിച്ച കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് മലപ്പുറത്ത് ഒക്ടോബർ 10 ലോക മന്ദബുദ്ധി ദിനത്തിൽ പ്രസവിച്ച ആ ശിശുവിന്റെ പേര് അല്ലേ കേരള മുസ്ലിം ജമാഅത്ത്, അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ദുരുപയോഗം ചെയ്തു. അറിയങ്ങള് അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ദുരുപയോഗം ചെയ്തു. പേരുടെ ദ്രേമ സക്കാഫിയുടെ അന്നത്തെ ഒരു പ്രഭാഷണം കേൾക്കുന്നത് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് വലിയ ഒരു മരുന്നായിരിക്കും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഒക്കെ എല്ലാ ക്ലിപ്പുകളും ഞങ്ങളെ കയ്യിലുണ്ട്, എല്ലാ ക്ലിപ്പുകളും ഞങ്ങളെ കയ്യിലുണ്ട്. നിഷേധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കടന്നു വന്നാൽ ഓരോന്നോരോന്ന് കേൾപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കടന്നു വരണം, ചോദ്യം ചെയ്യണം, നിഷേധിക്കണം. ആ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയും അത് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്താൽ ഞങ്ങളെ ക്ലാസ് റൂമിലേക്ക് കേൾപ്പിച്ചിട്ടുണ്ട്. അതെ, ഏപ്പിടെ പിന്നിലില്ലാത്തവരൊന്നും സ്വർഗത്തിൽ പോകില്ലാന്ന് പൂറത്തങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെ നേതാക്കന്മാർ എന്തൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്? പഴയ കാലത്തൊക്കെ ഏതെങ്കിലും ഒരു സഹാബിനെ പറഞ്ഞ അപ്പ പറയും
മൂപ്പര് സുന്നിയായിരുന്നു, SSF-കാരനായിരുന്നു. ഒരു മലക്കിനെ പറഞ്ഞാൽ പറയും മൂപ്പര് സുന്നിയായിരുന്നു, SSF-കാരനായ മലക്കായിരുന്നു, SSF-കാരനായ സഹാബിയായിരുന്നു. ഇത് എത്രയോ പ്രസംഗങ്ങളിലുണ്ട്. വലിയ സുന്നത്ത് ജമാഅത്തിന്റെ ആളായിരുന്നു. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ വലിയ മുസ്ലിം ജമാഅത്തിന്റെ ആളായിരുന്നു. ഇപ്പൊ സഹാബികളൊക്കെ വലിയ മുസ്ലിം ജമാഅത്തിന്റെ ആളെ, മലായിക്കത്തൊക്കെ വലിയ മുസ്ലിം ജമാഅത്ത്, പിന്നെ ആകാശലോകത്ത് അല്ലെ, ആകാശ മുസ്ലിം ജമാഅത്തിന്റെ ആൾക്കാരാ മലായിക്കത്തെ. കാരണം കേരള മുസ്ലിം ജമാഅത്തല്ലേ, ഓരൊക്കെ ആകാശ മുസ്ലിം ജമാഅത്തിന്റെ ആൾക്കാരാ. ഈ രൂപത്തിലൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഞങ്ങളെ കൈകളിലുണ്ട്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ചെറിയ ചെറിയൊരു ക്ലിപ്പെടുത്ത്, അത് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഉദവി ഉസ്താദിന്റെ ക്ലിപ്പ്, കിട്ടിയല്ലോ സംഭവം. സിംസാറുൽ ഹഖ് ഉദവി ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് എടുത്തുങ്ങാണ്ട്, എന്നിട്ട് ഞാനതല്ല ഏറ്റവും വലിയ തമാശ എന്താണോ, അതിങ്ങനെ ഉന്തിയും കൊണ്ട് കുറെ ആൾക്കാർ മൂപ്പര വലിയ ആളായി. സിംസാറുൽ ഹഖ് ഉദവി ഉസ്താദിനെ ആരും കുറ്റം പറയരുത്, സിംസാറുൽ ഹഖ് ഉദവി ഉസ്താദ് വലിയ സുന്ദരനാണ്, കാണാൻ എന്ത് ഭംഗിയാണ്, എന്ത് രസമുള്ള താടിയാണെന്നൊക്കെ പറഞ്ഞ് മൂപ്പര ആളായി കൊണ്ട് കുറെ ആൾക്കാരിങ്ങനെ മൂപ്പര ആൾക്കാരായിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ചില ആൾക്കാർ മൂപ്പര സ്വന്തം ആൾക്കാരായി ഇങ്ങനെ നടക്കുക. അവരുടെ ഉദ്ദേശം വേറെയാണ്. ആ ആളുകൾ ആരാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുകയും ചെയ്യും. ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഉസ്താദിനെ ആരും കല്ലെറിയരുത്. എന്താ വർത്താനം. സിംസാറുൽ ഹഖ് ഉസ്താദിനെ ആരും ചോദ്യം ചെയ്യരുത്, സിംസാറുൽ ഹഖ് ഉസ്താദിനെ ആരും ആക്ഷേപിക്കരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡെയിലി പോസ്റ്റ് ഇടുക. ആക്ഷേപിക്കാനേ നമ്മൾ പറയില്ല, ആർക്കെങ്കിലും ദേഷ്യം വരുന്നൊരു സംഭവം ആരോടെങ്കിലും പറയുമ്പോഴേ എനിക്ക് ദേഷ്യം ഉണ്ടാവില്ലെന്ന് ഞാൻ പറയാറ്. സത്യത്തിൽ അത് കേൾക്കുമ്പോൾ തന്നെ തല പൊളിയും. കാരണം അത് ദേഷ്യം ഉണ്ടാകാനാ പറയണേ. അത് ദേഷ്യപ്പെടൂലെങ്കിൽ ഞാൻ എന്നോടൊരു കാര്യം പറയാം, ഇത് മഹാകൈതയാണെന്ന് പറയാനേ കാര്യം പറയണേ. അപ്പൊ അയാൾ പെടും. കാരണം ഇയാൾ ആ ദേഷ്യപ്പെടാത്ത ഒരാളെയും കൂടി ദേഷ്യപ്പെടുത്താനൊരു വർത്താനാണതേ അല്ലേ. ഒരാള് ദേഷ്യപ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഓനെയും കൂടി സത്യത്തിൽ ദേഷ്യപ്പെടൂലെങ്കിൽ ഞാൻ എന്നോടൊപ്പം ഒരു കാര്യം പറയാന്ന് പറയും. ഇങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്. ഈ ചില ആൾക്കാരെ വാട്സപ്പ് പ്രയോഗങ്ങളും ഫേസ്ബുക്ക് പ്രയോഗങ്ങളും ഒക്കെ അങ്ങനെ. അതിങ്ങനെ കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യത്തിൽ ഇവരിവിടെ നടത്തുന്ന ഒരു കളിയാണ്. ഇതൊരു മുടിക്കളിയാണ്. ഈ കളിയൊക്കെ തിരിച്ചറിയാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. എന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇതാവും, ഇങ്ങനെ സിംസാറുൽ ഹഖ് ഉദവി ഉസ്താദിനെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊണ്ടുവരാം. ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഉദവി ഉസ്താദ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകനാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമാണ്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമായ ദാറുൽ ഹുദയുടെ സന്താനമാണ്. മഹാന്മാരായ ഉസ്താദുമാരെ 100% അംഗീകരിച്ചുകൊണ്ട് തെറ്റ് സംഭവിച്ചാൽ പോലും തന്റെ പ്രയോഗങ്ങളിൽ എന്തെങ്കിലും തെറ്റാണ് സംഭവിച്ചതെങ്കിൽ അത് തെറ്റായിരുന്നു എന്ന് വളരെ ധൈര്യസമേതം പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഉദവി ഉസ്താദ്. മസ്അലാപരമായ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വലിയ ചർച്ച വന്നതല്ലേ. അതിന്റെ പരിപൂർണമായ രൂപം അതല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ഇന്നതാണ് അതിന്റെ പരിപൂർണമായ രൂപം, ഇങ്ങനെയാണത് പറയേണ്ടത് എന്ന് കൃത്യമായി ഞാൻ അന്ന് പറഞ്ഞതിൽ നിന്ന് അല്പം വ്യത്യാസമാണ് കാര്യമെന്ന് തുറന്നു പറയാൻ, നിസ്സങ്കോചം തുറന്നു പറയാൻ, ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് മുമ്പിൽ തുറന്നു പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വാദിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടെന്ന് പറഞ്ഞ് അതിന് ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും അതിനുവേണ്ടി ഇവിടുത്തെ വഹാബികളും ബിദഈകളും ദയൂബന്ദികളും സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളും ഉപയോഗിക്കപ്പെടുന്ന തെളിവുകളായി ദലീലുകളായി കൊണ്ടുവന്ന് ഹദീസുകൾക്കൊക്കെ നേരിട്ട് ദുർവ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ഹദീസുകളുടെയും മറ്റ് ഇബാറത്തുകളുമൊക്കെ കട്ട് ചെയ്തും ഉപയോഗപ്പെടുത്തുന്ന ഈ രൂപത്തിലുള്ള വൃത്തികെട്ട സമീപനം ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നിന്നോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഭാഷകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവാറില്ല അല്ലേ. അള്ളാഹു അറിയാതെ AP അറിയാതെ അള്ളൊന്നും ചെയ്യൂല എന്ന് പ്രസംഗിച്ചത് പോലും ന്യായീകരിക്കാനാണ് ചില ആളുകൾ ശ്രമം നടത്തിയത്. എന്റെ ന്യായീകരണം എങ്ങനെയായിരുന്നു? അവനാന്റെ കുടിയില് നമ്മൾ സാധാരണ കുടിയിലൊക്കെ ചെലവിനൊക്കെ കൊടുക്കണം നമ്മള് അല്ലെ, നമ്മളറിയാതെ നമ്മളെ കുട്ടികളൊന്നും കാട്ടൂല എന്ന് പറയുന്ന മാതിരിയാണ്. അപ്പൊ പിന്നെ എന്താപ്പത്? അള്ളാന്റെ വീട്ടിൽ ചെലവ് കൊടുക്കുന്ന ആൾക്കാരാ കാന്തപുരം AP അബൂബക്കർ. നമ്മളെ വീട്ടിൽ നമ്മൾ ചെലവിന് കൊടുക്കുമ്പോൾ നമ്മളെ കുട്ടികളും പെണ്ണുങ്ങളും നമ്മളറിയാതെ ഒന്നും ചെയ്യൂല എന്ന് പറയുന്നത് പോലെയാണ് AP അറിയാതെ അള്ളൊന്നും ചെയ്യൂല. ഈ വിശദീകരണവുമായി കേരളത്തിൽ ഊരു ചുറ്റിയവരായിരുന്നു ഇവര്.
ഇവരെ വക്കലൊരു അബദ്ധം പറ്റിയാൽ ആ അബദ്ധത്തെ സുബദ്ധമാക്കുന്നതിന് ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയും ആയത്തുകൾ കട്ടോടുകയും ഇല്ലാത്ത ആയത്തുകൾ ഖുർആനിന്റെ പേരിൽ അവതരിപ്പിക്കുകയും അതിന് കള്ളത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും നൽകിക്കൊണ്ട് ആളുകൾക്കെതിരെ കുതിര കയറുകയും ചെയ്യുന്ന ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവാറുള്ളത്. എത്രയോ തെളിവുകൾ നമുക്കില്ലേ? ല്ലേ? പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ ആയത്തുകൾ പോലും അവര് പിഴച്ചോതുകയല്ല, പരിപൂർണമായും ബോധത്തോടുകൂടി പിഴപ്പിച്ചോതുന്ന ഈ ജാരസന്താനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു ഏർപ്പാടൊന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രവർത്തകരുണ്ടാവില്ല. എന്നിട്ട് വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ, അണ്ടിപോയ അണ്ണാനെ പോലെ ആയിപ്പോ. സിംസാർ ലക്കുദവി ഉസ്താദിന്റെ വിശദീകരണം വന്നപ്പോ വളരെ വ്യക്തമായ ഭാഷയിൽ ബഹുമാനപ്പെട്ട സിംസാർ ലക്കുദവി ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനി പ്രവർത്തന രംഗത്ത് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ മഹാനായ സിംസാർ ലക്കുദവി ഉസ്താദിന് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സിംസാർ ലക്കുദവി ഉസ്താദിന്റെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എവിടെ പോലൊക്കെ അന്നും ഇന്നും സിംസാർ ലക്കുദവി ഉസ്താദ് ഞങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അന്നും ഇന്നും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട നേതാവാണ്. അന്നും ഇന്നും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഉസ്താദാണ്. അന്നും ഇന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകനാണ്. അന്നും ഇന്നും ഞങ്ങൾ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ സമസ്ത കേരള ജമിയത്തുലമയുടെ കൺമണിയാണ്. സിംസാർ ലക്കുദവി ഉസ്താദിന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട് അതിനെന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ മൂപ്പരെ ആത്ര ആളായിട്ട് ആരും തുടരുതേ, മാറിക്കണം, അയാൾ മാറി, ഇങ്ങോട്ട് മാറി, അങ്ങോട്ട് മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ കാട്ടല്. ഇടക്കിടക്കൊക്കെ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരാ ഞങ്ങള്. വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. നമ്മുടെ പ്രവർത്തകരുമായി പോലും, സാധാരണ എന്നെ പോലെയുള്ള പ്രവർത്തകരുമായി പോലും ബഹുമാനപ്പെട്ട സിംസാർ ലക്കുദവി ഉസ്താദ് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാറുള്ളത്. വളരെ വിനയത്തിന്റെ ഒരു ഇത്ര ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ തന്റെ വാഗ്ധോരണിക്ക് സാധ്യമാകുന്ന എത്ര ആളുകൾക്ക് മുമ്പിലും സിംസാർ ലക്കുദവി ഉസ്താദിന്റെ പ്രഭാഷണം, എത്ര ആളുകളെയും മണിക്കൂറുകളോളം പിടിച്ചിരുത്താൻ കഴിയുന്ന പ്രഭാഷണത്തിന്റെ വലിയ ഒരു ശക്തി കയ്യിലുള്ള സമയത്ത് തന്നെ അങ്ങേത്തലയിലെ വിനയവുമായി ആളുകൾക്ക് മുമ്പിൽ വളരെ 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 ഭവ്യതയോടുകൂടി, വളരെ വിനയത്തോടുകൂടി പെരുമാറുന്ന, ഞാന് അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രഭാഷണമുള്ളൊരു വേദിയിൽ ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ വേണ്ടി നോക്കുമ്പോ മുൻനിരയിൽ നോക്കുമ്പോഴൊന്നും മൂപ്പരെ കാണില്ല. സ്റ്റേജിന്റെ മുൻനിരയിലില്ല. അപ്പൊ ഞാൻ നോക്കി പഠിച്ചോനെ ഇയാൾ വന്നിട്ടില്ലേ. പിന്നെ രണ്ടാമത്തെ നിരയിൽ നോക്കുമ്പോല്ല. 3, 4, 5 നിരകളുള്ള ആ വലിയ സ്റ്റേജിന്റെ മൂപ്പരുടെ പ്രഭാഷണത്തിന്റെ ഉദ്ഘാടന കർമ്മവും മൂപ്പരുടെ പ്രഭാഷണത്തിന്റെ ആശംസകളും മൂപ്പരുടെ പ്രഭാഷണം കേൾക്കുകയും അത് ഗംഭീരമാക്കുകയും ചെയ്യുന്നതിനവിടെ ഒരുമിച്ച് കൂടിയ 100 കണക്കിന് നേതൃത്വം ഇരിക്കുന്ന സദസ്സിന്റെ, പ്രവർത്തകരിരിക്കുന്ന സദസ്സിന്റെ ആ വേദി, ആ സ്റ്റേജിന്റെ പിന്നിലായിരുന്നു മൂപ്പരിരുന്നിരുന്നത്, വളരെ പിന്നിൽ. അപ്പൊ ഞാൻ സ്റ്റേജിന്റെ പിന്നിലൂടെ ചെന്നിട്ട് മൂപ്പരോട് പറഞ്ഞു, എന്താ ഉസ്താദ് എവിടെ ഇരിക്കണം? മുമ്പിൽ ചെന്നിരിക്കും. ഓരോ പ്രവർത്തകരും വന്നുകൊണ്ട് ഉസ്താദെ നിങ്ങൾ വന്ന് മുമ്പിലിരിക്കും. മൂപ്പർക്കായിട്ട് പ്രത്യേക പ്രഭാഷകൻ, ആ പ്രഭാഷണത്തിലെ ആ വേദിയിലെ വിശിഷ്ടാതിഥി എന്ന നിലക്ക് മൂപ്പർക്കായിട്ട് പ്രത്യേകമായി ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാളി സയ്യിദ് നാസിർ അബ്ദുൽ ഹയ്യ് ശിഹാബ് തങ്ങളുടെ തൊട്ടടുത്ത്, അതുപോലെ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ തൊട്ടടുത്ത്, ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരുടെ തൊട്ടടുത്ത് നടുവിലായി പ്രത്യേകമായി മൂപ്പർക്കായി തയ്യാർ ചെയ്യപ്പെട്ട ആ സ്റ്റേജിലിരുന്നിട്ട് ആ സീറ്റിലിരിക്കാതെ ഏറ്റവും സ്റ്റേജിന്റെ ഏറ്റവും പിന്നിൽ പോയി ഇരിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. ഏറ്റവും പിന്നിൽ പോയിരിക്കുക. ഞാൻ ശരിക്ക് മൂപ്പരുടെ ആ വിനയം കണ്ട് സത്യത്തിൽ എനിക്ക് മൂപ്പരോട് എന്തൊന്നില്ലാത്ത ഒരു പ്രത്യേകമായ ബഹുമാനം ഉണ്ടായത്. ഞാൻ ഏതായാലും ഇപ്പൊ പ്രസംഗിക്കുമ്പോൾ മുമ്പിൽ നിൽക്കണല്ലോ, പ്രസംഗിക്കുമ്പോൾ ഞാൻ മുമ്പിൽ നിൽക്കണല്ലോ എന്ന് പറഞ്ഞ് മൂപ്പര പിന്നിൽ തന്നെ ഇരിക്കുക. എന്നിട്ട് അദ്ദേഹത്തെയൊക്കെ ഇങ്ങനെ മൂപ്പരൊക്കെ ആളുകളായി കുറച്ച് ആൾക്കാർ ഇങ്ങനെ മൂപ്പരക്കായി ഇങ്ങനെ ഒഴിഞ്ഞു വെച്ചൊരു ജീവിതം അല്ലേ. പഴയകാലത്ത് ഞങ്ങളവിടെ ഇലക്ഷന് മറ്റേ ഒരു പാട്ടുണ്ടായിരുന്നു, സൂപ്പി സാഹിബ് മത്സരിച്ചപ്പോ
പെരിന്തൽമണ്ണതൻ വികസനത്തിന് ഒഴിഞ്ഞുവെച്ചൊരു ജീവിതം പാവങ്ങളുടെ പടത്തലവൻ സൂപ്പിക്ക് വോട്ടുകൾ കോണിയിൽ നടന്ന പോലെ സിംസാർലക്കുറ ഉസ്താദിന്റെ ഇതിനായിട്ട് ഒഴിഞ്ഞുവെച്ച ജീവികളാണ് എന്നിങ്ങനെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ മൂപ്പര സംരക്ഷകരായി. സത്യത്തിൽ ആ ആളുകളിൽ പലരും അവര് കപട സ്നേഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ആളുകളായിരുന്നു. അതിലുണ്ടായിരുന്ന കപട മുഖംമൂടികളായിരുന്നു പിന്നെ അതിന്റെയൊക്കെ ആളുകളായി രംഗപ്രവേശം ചെയ്യുന്നത്. മൂപ്പര് കാര്യം തുറന്നു പോയപ്പോഴോ വീണുതല്ലോ കിടക്കുന്ന സരണിയിൽ, പിന്നെ അണ്ടിപോയ അണ്ണാനെ പോലെയായി. ഇപ്പൊ ആൾക്കാരൊന്നുമില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട പിന്നെ സിംസാറിലൊക്കെ ഉസ്താദിന് വേണ്ടി പ്രത്യേകമായി ഒരു കവചം സൃഷ്ടിക്കാൻ ഇപ്പൊ ആരുമില്ല. പക്ഷെ ഞങ്ങളുടെ ഹൃദയത്തിൽ, ഇവിടുത്തെ സുന്നീക്കരുടെ ഹൃദയാന്തരങ്ങളിൽ ബഹുമാനപ്പെട്ട സിംസാറിലൊക്കെ ഉസ്താദിനുള്ള ഒരു സ്ഥാനം, അത് നിങ്ങൾ എത്ര തച്ചുടക്കാൻ ശ്രമിച്ചാലും, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെത്ര പറിച്ചെടുക്കാൻ ശ്രമിച്ചാലും അത് നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. ബഹുമാനപ്പെട്ട സിംസാറിലൊക്കെ ഉസ്താദ് കൃത്യമായി അദ്ദേഹത്തിന്റെ വിശദീകരണമാണ് പുറത്തു വന്നതോടുകൂടി എവിടെ ഒപ്പുണ്ടായിരുന്ന ആൾക്കാരിപ്പോ ഞങ്ങളെന്നും ഒപ്പുണ്ട്, അന്നും ഇന്നും ഒരുപോലെയുണ്ട് അല്ലേ? ഞങ്ങൾ നൂറുകണക്കിന് ഉസ്താദുമാരെ പോലെ, ഞങ്ങൾ നൂറുകണക്കിന് പ്രഭാഷകരെ പോലെ ബഹുമാനപ്പെട്ട സിംസാറുൽ ഉസ്താദിനെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന് അന്നും ഇന്നും ഒരേ വിലയാണുള്ളത്. അപ്പൊ അതൊന്നും ഞങ്ങളിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമം, അതിനൊക്കെ വെച്ച വെള്ളമാണ് മാങ്ങി വെച്ചളി അല്ലേ? അതിനൊക്കെ വെച്ച വെള്ളം ഉണ്ടെങ്കിൽ വാങ്ങി വെച്ചളി. ഉസ്താദ് പറഞ്ഞു, ഒരു കാര്യം ചോദിക്കുമ്പോൾ എന്താണ് അതിന്റെ മതവിധി അത് പറയും. പ്രത്യേക സാഹചര്യമാണെങ്കിൽ, ഒരു ഫത്വയായിട്ടാണെങ്കിലോ, ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലോ അതിനനുസരിച്ച് ആ ഫത്വ നൽകപ്പെടും. അതിനെന്താ വിരോധം? രണ്ടും ഒന്നല്ലേ? ഉദാഹരണ സഹിതം മൂപ്പർ വിശദീകരിച്ചു. ശവത്തെ തിന്നാൻ പറ്റുമോ? ഹറാമാണ്. ഒരാൾ മരണപ്പെടുമെന്ന സാധ്യത ഉണ്ടെങ്കിലോ അവിടെ അനുവദനീയാണ്. അപ്പോ ഞാൻ പറഞ്ഞത് പൊതുവായിട്ടുള്ള നിയമമാണ്. എന്നാൽ സാഹചര്യത്തിന്റെ പിന്നെ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടാണെങ്കിലോ അവിടെ അത് അനുവദനീയാണെന്നാണ് ഉസ്താദുമാര് പറഞ്ഞത്. അവിടെ അതാണ് എടുക്കേണ്ടത്. ഇത് ബഹുമാനപ്പെട്ട സിംസാറിലൊക്കെ ഉസ്താദാണ് വിശദീകരിച്ചതോടുകൂടി പിന്നെ ആരുമില്ല. എന്തേന്ന് പ്രയോഗം? ബഹുമാനപ്പെട്ട സിംസാർ ഹുദവി ഉസ്താദ് അവറുകൾ അല്ലേ? എവിടെ ഇപ്പോ? അപ്പൊ അതൊന്നും നിങ്ങൾ എത്ര അതിന്റെ ഇടയിൽ കൈയിട്ട് മാന്താൻ ശ്രമിച്ചാലും, ഈ വടന്ത എന്നറിയില്ലേ നമ്മൾ സാധാരണ മലയാളത്തില് വടന്ത, ഈ വടങ്കുറങ്ങുകൾ വടന്താൻ ശ്രമിച്ചാലും അതൊന്നും നടക്കണ ശ്രമം, ആ ശ്രമമൊന്നും ഈ സുന്നി കൈരളിക്കിടയിൽ അത് വേവൂല. ബഹുമാനപ്പെട്ട അമീർ സാഹിബ് കൈ പൊന്തിച്ചിട്ടുണ്ട്. വടന്താനല്ലോ, ഏതായാലും മൈക്കിൽ വരും. നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നാട്ടിലിപ്പോ ആകെപ്പാടെ ഫിത്നയും ഫസാദും ഇങ്ങനെ അധികരിച്ചിരിക്കുകയാണ്. അതിനിടക്ക് വേറൊരാളുടെ ഒരു ചോദ്യം, എന്താ ഇപ്പൊ ചെയ്യാ? വേറൊരു മുക്കുന്നതിന്റെ ഒരു ചോദ്യം കണ്ട. അസ്സലാമു അലൈക്കും. സുന്നി ഗ്ലോബൽ വോയിസ് നമ്മുടെ തന്നെ ഇപ്പൊ അവിടെ ആരെയും കാണുന്നില്ല. ഒരാളുടെ സംശയം കണ്ട. എന്താ ചെയ്യ കുറച്ചമ്പുരാൻ? ഇപ്പൊ ആരുമില്ലല്ലോ അവിടെ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടെങ്കിലല്ലേ പറഞ്ഞിട്ട്, ആരും ഇല്ലാത്ത ഒരു വീടിനെ പറ്റി ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ സംശയങ്ങൾ പലരും പല രീതിയിലാണ്. സംശയിക്കാൻ ആർക്കും ഇപ്പൊ അത്രയുള്ള പ്രശ്നമൊന്നുമില്ല. സംശയങ്ങൾ, ചോദ്യങ്ങൾ, മറ്റുള്ളവരെ സംശയിപ്പിക്കുക, അതിനൊരു യോഗ്യതയൊന്നുമില്ല. അതിനൊരു യോഗ്യത ആവശ്യമില്ല. അവനവനെ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ആളുകൾക്ക് സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കാനോ അപ്പോഴൊക്കെ അതിനൊക്കെ ഒരു യോഗ്യത വേണ്ടത്. ഇപ്പൊ ഈ റൈസ് എന്ന് പറഞ്ഞ അങ്ങനെ തന്നെ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നത്, പിന്നെ ഫാറൂഖ് CD നമ്മുടെ ക്ലാസ് റൂമിൽ എത്തിക്കുന്ന സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ഫാറൂഖ് നായ്മയുടെ ഏതോ ഒരു പ്രസംഗത്തിന് എന്തോ ഒരു പിന്നെ സംസാരത്തിന് പ്രഭാഷണത്തിൽ ഒരു ആയത്ത് കഴിഞ്ഞപ്പോ ഒരു ഓർമ്മപ്രശ്നം വന്നിട്ടുണ്ട്. ഏതോ ഒരു ആയത്തിന്റെ ഒരു അവസാന ഭാഗം. അപ്പൊ അത് വെച്ചിട്ട് മുപ്പര് ടെസ്റ്റ് അടിച്ചു. അതെ എക്സിബിൻ എന്നുള്ളിടത്ത് എക്സിബിൻ എന്ന് പറഞ്ഞു അല്ലെ? അതാ എക്സിബിൻ എന്നുള്ളിടത്ത് എക്സിബിൻ എന്തോ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണ്. അതും പറഞ്ഞിട്ട് ഒരു പരിഹാസ ചോയുള്ള ഒരു ടെസ്റ്റ് ഒരു PM ഇങ്ങനെ അടിച്ചിരുന്നു. അതെ ഞാനിങ്ങനെ ആലോചിച്ചു. കണ്ടപ്പോ അയാളും ഒരു ചെറുപ്പക്കാരൻ, ഫാറൂഖ് നായ്മ ഒരു ചെറുപ്പക്കാരൻ. ഞാനൊന്നും സൂചിപ്പിച്ചു, ആളെ പറയാതെ ഞാൻ സൂചിപ്പിച്ചിരുന്നു.
ഇയാൾ ഈ ചെറുപ്പക്കാരൻ 10, 30, 28, 30 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ ചിന്തിക്കുന്നത് എന്താ? എന്റെ അതേ പ്രായത്തിലുള്ള ഒരു മനുഷ്യനാണ് ഈ പ്രസംഗിക്കുന്ന ആൾ. അദ്ദേഹത്തിന്റെ യോഗ്യതയുടെ എത്ര അംശം എന്നിലുണ്ട്? അദ്ദേഹത്തിന്റെ യോഗ്യതയുടെ എത്ര അംശം എന്നിലുണ്ട്? അയാൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന ദീനിയായ ദഅവത്ത് എനിക്ക് തോന്നുന്നു. പണ്ട് ഫാറൂഖ് നായിമിയുടെ ഏതോ ഒരു പ്രസംഗത്തിന്, എന്തോ ഒരു സംസാരത്തിന്, പ്രഭാഷണത്തിന് അല്ല കാക്ക, ഇതിപ്പോ ആരാണ്? ഏതാ കാക്ക? തോണ നമ്മളെ ആരെ പറയണത്? എന്തായാലും എന്റെ വടുതല കാക്ക, ഒരു കാര്യം, എന്തപ്പോ യോഗ്യത കൂടിയ ഓരോ യോഗ്യതക്കനുസരിച്ച് ഓരോരോ ആയത്ത് ഇങ്ങനെ മാറ്റല? ഒരായത്ത് മാറ്റാന്റെ യോഗ്യത എന്താ മാഷേ? ഇയാൾക്ക് എത്ര യോഗ്യത ഉണ്ട്? നിങ്ങളെ യോഗ്യത അയാൾക്ക് എന്താ ഒരായത്ത് മാറ്റിക്കൂടെ? നിങ്ങൾ ശരിക്ക് ജമാഅത്തെ ഇസ്ലാമി തന്നെ കേട്ടോ, മുസ്ലിം ജമാഅത്തല്ല. ഇത് ശരിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വാക്കുകളാണ്, മുസ്ലിം ജമാഅത്തിന്റെ. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മുസ്ലിം ജമാഅത്തിന്റെ നേതാവിന്റെ ഒക്കെ തെറ്റിയപ്പോ യോഗ്യതക്കനുസരിച്ച് കണ്ട് തെറ്റിച്ചാന്ന് പറഞ്ഞത് അല്ലേ? എന്നാൽ മുസ്ലിം ജമാഅത്തെ ഇസ്ലാം അപ്പുറത്തേക്കിട്ടു, ബലിപ്പുറത്തിട്ടു മാത്രമേ ഉള്ളൂ. ഒരാ കൂട്ടരുടെ അപ്പുറത്തായിരുന്നു, ബലിപ്പുറത്തായിരുന്നു മാത്രമേ ഉള്ളൂ വ്യത്യാസം. ആ പഴയ ജമാഅത്തുണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ പഴയ ജമാഅത്ത്, ഈ കേരളത്തിലെ പഴയ ജമാഅത്തിന്റെ നേതാവാണ് അബുൽ മൗദൂദി സഹൽ. അയാള് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞതുപോലെ ഈമാൻ കാര്യം 5 ആദ്യം പറഞ്ഞാളാ, പൊന്മുളക്ക് മുമ്പ് പറഞ്ഞതാ. ആ ഈമാൻ കാര്യം 5 എന്ന് അയാൾ എഴുതിയപ്പോ അതിനെതിരെ ശക്തമായ പ്രഭാഷണങ്ങൾ നമ്മൾ നടത്തിയ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ കേരളത്തിൽ പ്രസംഗിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പ്രഭാഷണം മറുപടി ഉണ്ടായിരുന്നു. നിങ്ങൾ ആരാണ് മൂപ്പരെന്നാ മനസ്സിലാക്കിയിരിക്കുന്നത്? മൂപ്പര് കിങ് ഫൈസൽ അവാർഡ് നേടിയ ആളാണ്. അതിന് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ മറുപടി ഉണ്ടായിരുന്നു. അല്ല, ഒരു കിങ് ഫൈസൽ അവാർഡ് വാങ്ങിയാൽ ഒരു ഈമാൻ കാര്യം കുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് 6 കിങ് ഫൈസൽ അവാർഡ് കിട്ടിയാലുള്ള സ്ഥിതി എന്തേക്കാരം ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. ഒരു കിങ് ഫൈസൽ അവാർഡ് ലഭ്യമായപ്പോൾ ഒരു ഈമാൻ കാര്യം കുറക്കാന്നുണ്ടെങ്കിൽ 6 കിങ് ഫൈസൽ അവാർഡ് ഇയാൾക്ക് കിട്ടിയാലുള്ള സ്ഥിതി എന്തേക്കാരെന്ന് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് അന്ന് ചോദിച്ചതാ, അന്നത്തെ ജമാഅത്തേരോട്. അപ്പൊ ഇന്നത്തെ ജമാഅത്തേരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇയാൾക്ക് ഒരു യോഗ്യത ഉണ്ടാകുമ്പോ സാധാരണക്കാരെക്കാൾ ഒരു യോഗ്യത, അതായത് ഈ പറയുന്ന ആള് ചിലപ്പോ ഫത്തുൽ മുഈൻ ഓതിയിട്ടുണ്ടാവില്ല, ഇയാളല്ലെങ്കിൽ ഫത്തുൽ മുഈൻ ഓതിയപ്പത്തിന് അല്ലെങ്കിൽ ഒരു പള്ളി ദർസിൽ 1ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഒരു യോഗ്യത, അതിന്റെ ഒരു യോഗ്യതയാണല്ലോ അല്ലെ. പിന്നെ ഇപ്പൊ ഒരു 10 യോഗ്യത കൂടുതലുണ്ടെങ്കിലോ അപ്പൊ ഇയാൾക്ക് പരിശുദ്ധ ഖുർആൻ മുഴുവൻ മാറ്റിയതാണ്. ഇയാൾക്കത് എക്സിബൂനാണെന്നും എക്സിബൂനാണെന്നും അറിയാതെ പോട്ടെ, പഴയ കാലത്ത് ടി ക്യാംസ തിരുത്തി കൊടുത്ത മാതിരിയായി. അപ്പൊ ഏതായാലും അത് വിരോധമല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിവിടെ പറയുന്നത് ഈ മനുഷ്യന് ഇങ്ങനെ ഒരു ഇതൊക്കെ ഒരു യോഗ്യത ഈ പറയാൻ എന്താണ്, എന്താ മറ്റേ ആൾക്ക് പറയാനുള്ള യോഗ്യത? ചോദ്യം ചെയ്യുന്ന ആൾക്ക് 30 വയസ്സാണെങ്കിൽ ഇവിടെ പ്രസംഗിച്ച ആൾക്ക് അദ്ദേഹത്തിന്റെ പ്രായമാണെന്ന് പറയാൻ. ഇനി അങ്ങനെ വാക്കിലൊരു തെറ്റാണ് പറ്റി പ്രയോഗത്തിൽ, പരിശുദ്ധ ഖുർആന്റെ അർത്ഥം വെക്കുമ്പോഴോ അതേ അർത്ഥം വെക്കുക. വാക്കിൽ പിഴവ് സംഭവിച്ചാൽ വിശദീകരിക്കുമ്പോഴെങ്കിലും ആലോചിക്കൂലേ? അർത്ഥം വെക്കുമ്പോഴെങ്കിലും ചിന്തിക്കൂലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വാക്കിൽ ഖുർആൻ ഓതിയോടുത്ത് പേച്ചതല്ല, അർത്ഥം വെച്ചപ്പോഴും പേച്ചതല്ല, പിന്നെ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഓതിയതാ. അറിയാങ്ങള്? അല്ലാതെ അവിടെ ഓതേണ്ട ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ യക്തിബൂൻ എന്ന് ഓതാൻ വേണ്ടി തന്നെ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ വേണ്ടി കളവ് പറയുന്നവർ എന്ന് പറയാൻ വേണ്ടി കളവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരായത്താണത്. അല്ലെങ്കിൽ അതല്ലാതെ ഇത് ഈ ആയത്ത് ഓതിയപ്പോൾ അറിയാതെ തെറ്റിയതൊന്നല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരെ, ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി കള്ളമുടിയുടെ പേരിൽ കള്ളമുടിക്കെതിരെ ഇവിടെ രംഗപ്രവേശം ചെയ്ത, കള്ളമുടിക്കെതിരെ നിരന്തരമായി സമരം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരെ ആക്ഷേപിക്കുന്നതിനും അധിക്ഷേപിക്കുന്നതിനും പരിശുദ്ധ ഖുർആൻ പോലും ശപിക്കപ്പെട്ടവരാണെന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും വേണ്ടി നടത്തിയ വൃത്തികെട്ട ചീഞ്ഞളിഞ്ഞ മലീനസമാക്കപ്പെട്ട അദ്ദേഹത്തിന്റെ കുബുദ്ധിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയൊലിച്ച ചീഞ്ചലമായിരുന്നു അദ്ദേഹത്തിന്റെ നാവിലൂടെ വന്ന ആ പരിശുദ്ധ ഖുർആനെ പോലും കളവ് ആരോപിച്ചുകൊണ്ട് കള്ളം കെട്ടിച്ചമച്ചുകൊണ്ടുണ്ടാക്കിയ പ്രയോഗം. ആർക്കതറിയാത്തത്? ആർക്കാ നിഷേധിക്കാൻ ധൈര്യമുള്ളത്?
അല്ലാതെ ഇങ്ങനെ അറിയാതെ ഓതിയ കൂട്ടത്തിൽ ഇങ്ങനെ അവിടെ ഓതി അവിടെ അവന് അത് ഓതിയപ്പോൾ തെറ്റിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയേണ്ട, എല്ലാ സ്തുതി അള്ളാഹുവിനാണെന്ന് പറയേണ്ട ഒരു സ്ഥലത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതേണ്ട സ്ഥലത്ത് അവിടെ അറിയാതെ മാലിക് യൗമിദ്ദീൻ ഓതിയതൊന്നല്ല. എല്ലാ സ്തുതി അള്ളാഹുവിനാണെന്ന് അർത്ഥം വെച്ചതല്ലോ. എന്നിട്ടിപ്പോ യോഗ്യതക്കനുസരിച്ചിട്ട് ഇങ്ങനെ ഖുർആൻ ഓരോ യോഗ്യതക്കനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ ആയത്ത് തെറ്റിച്ചാന്നുണ്ടെങ്കിൽ ഇയാൾക്ക് 6000 ചില്ലാന യോഗ്യത ഉണ്ടെങ്കിൽ സ്ഥിതിന്റെ കാരം ഒരൊറ്റ ആയത്ത് ഖുർആനിലുണ്ടാവുമോ? ഈ ഇങ്ങക്കുള്ള ജമാഅത്തേർക്കുള്ള മറുപടിയൊക്കെ ഇന്ന് നാട്ടിക ഉസ്താദ് പറഞ്ഞിരിക്കണു. ആ ജമാഅത്തേറെ വാദങ്ങളിൽ അന്ന് ജമാഅത്തിന്റെ പ്രഭാഷകന്മാര് അബുൽ അലാ മൗദൂദി അവരുടെ നേതാക്കന്മാരെ ന്യായീകരിക്കാൻ പ്രയോഗിച്ച പ്രയോഗങ്ങൾ നിങ്ങൾ പ്രയോഗിക്കണം. അപ്പോഴല്ലേ നിങ്ങളും ജമാഅത്താവുള്ളൂ അല്ലേ? എന്റെ ജമാഅത്തുകാരെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവർക്ക് ഇപ്പൊ പേരുകൊണ്ട് ഒരു കുടുങ്ങിക്കാം. ഞാൻ ഇപ്പൊ വില കാണുമ്പോ ജമാഅത്തേരെന്ന് വിളിച്ചത് ജമാഅത്തേരെ വിഭവം ചോദിച്ചു. ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഈ ജമാഅത്തുകാര് അല്ലേ, ഇവരെ വിടാൻ പറ്റൂല. എല്ലാ അർത്ഥത്തിലും പഴയ ജമാഅത്തും പുതിയ ജമാഅത്തും തമ്മിലൊരു വ്യത്യാസമല്ല, ഒരു വ്യത്യാസമല്ല. തൊള്ള തുറന്നാൽ രാഷ്ട്രീയം അല്ലാതെ അവർ സംസാരിക്കൂല, ഫുള്ള് രാഷ്ട്രീയം. പഴയ ജമാഅത്തെ ഇസ്ലാമിക്കാരെ പിന്നെ ഖുത്ബിയിലും കൂടിയും പിന്നെ എൻഡോസൾഫാനും പ്ലാച്ചിമടയും മറ്റേ അവിടുത്തെ ആ സമരം നടത്തിയ ആ തള്ളയക്കാരുണ്ടാകുക അല്ലേ. ഇവരുടെ പ്രഭാഷണങ്ങളിലോ എൻഡോസൾഫാനും തക്കാളിയും വെണ്ടക്കയും പിന്നെ ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങളായിരിക്കും ഇവരെല്ലാ പ്രഭാഷണത്തിലും ഉണ്ടാകുക. ഇപ്പോ ഓഫീസുകളെ പേരൊക്കെ അതാ ഏറ്റവും വലിയ രസം. SYS സുന്നത്തമായത്തെ ഓഫീസല്ല, SYS സ്വാന്തന സെന്റർ. ഓഫീസുകളുടെ പേരൊക്കെ സ്വാന്തന. എല്ലാ ഓഫീസും SYS സ്വാന്തനം ഓഫീസ്, SYS സ്വാന്തനം ഓഫീസ്, ഒക്കെ സ്വാന്തന. ഒക്കെ സ്വാന്തനം, ഒക്കെ സാമൂഹ്യ പ്രവർത്തനം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം തന്നെ സാമൂഹ്യ. ഇവിടെ സാമൂഹികമായി പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവിടെ രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എതിരെ പിന്നെ അവരോട് യോജിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവരെ തകർക്കാൻ നമ്മളെ സംഘടന ഉപയോഗപ്പെടുത്താൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടി ഉണ്ടാക്കിയ ആൾക്കാരപ്പോ അവര് വെറും സാമൂഹ്യ രംഗത്ത് മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ സ്വാതന്ത്ര്യ കമ്മിറ്റി നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പഴയ ജമാഅത്തും പുതിയ ജമാഅത്തും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളെയൊക്കെ ഒരു 3 മുടി കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ പോലൊക്കെ ഏകദേശം കണക്കാ. മുടിയുടെ വിശ്വാസത്തിൽ നിങ്ങളെ വിശ്വാസം എന്താ? പഴയ ജമാഅത്തുകാരന്റെ വിശ്വാസം എന്താ? മുടിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശത്തെ കുറിച്ച് പഴയ ജമാഅത്തിന്റെ വിശ്വാസം എന്താ? നേലുണ്ടാകുന്നല്ലാന്ന. പഴയ ജമാഅത്തുകാരന്റെ വിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശത്തിന് നേലുണ്ടാകുമെന്നാണോ ഇല്ല എന്നാണോ? നേലുണ്ടാകുന്നാണ്. പുതിയ ജമാഅത്തുകാരുടെ വിശ്വാസമോ നേലുണ്ടാകുന്നാണ്. പഴയ ജമാഅത്തുകാരന്റെയും പുതിയ ജമാഅത്തുകാരന്റെയും വിശ്വാസപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരികേശം കത്തുമെന്ന കാര്യത്തിൽ എന്താ വ്യത്യാസമുള്ളത്? പഴയ ജമാഅത്തുകാരൻ കത്തുന്ന് പറഞ്ഞു, ഇവരോ കത്തും എന്ന് പറഞ്ഞു അല്ലേ. ഇവർ കുറച്ച് കൂടുതൽ കത്തും പറഞ്ഞു, മറ്റൊരു കരിയും ഒരു കുറച്ച് സ്റ്റൈലായി പറഞ്ഞു, ഇവരൊന്ന് തല ആട്ടി പറഞ്ഞു അല്ലേ. എന്താ വ്യത്യാസമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേനിയിൽ തിരുശരീരത്തിൽ ഈച്ചപ്രാണികൾ ഇരിക്കുവോ? എന്താ നിങ്ങളെ വിശ്വാസം? ഇരിക്കും. ഓരോ വിശ്വാസോ ഇരിക്കും. പ്രവാചകന്മാരുടെയും മൗലിയാക്കളുടെയും വഫാത്തോടുകൂടി മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനല്ലാത്ത മുഴുവൻ മുഅ്ജിസത്തും മുറിഞ്ഞുപോയി എന്നാണോ? എന്താ ജമാഅത്തിന്റെ വിശ്വാസം? മുറിയുന്നതാണ്. നിങ്ങളെ വിശ്വാസോ മുറിയും അല്ലേ. എവിടെ വ്യത്യാസമുള്ളത്? രാഷ്ട്രീയ രംഗത്തെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിലോ എന്നും മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് ഭിന്നിപ്പിക്കുന്നതിൽ പഴയ ജമാഅത്തും പുതിയ ജമാഅത്തും തമ്മിലൊരു വ്യത്യാസമല്ല. ഉണ്ടോ? മുസ്ലിം സമൂഹത്തിന്റെ വോട്ടുകൾ ഭിന്നിച്ച് ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നതകൾ ഉണ്ടാക്കി മതേതര കക്ഷികളുടെ അധികാരപ്രവേശത്തെ തടസ്സം സൃഷ്ടിക്കുന്നതിൽ എന്നും ഈ 2 ജമാഅത്തിനും ഒരേ നിലപാടുണ്ടായിട്ടുള്ളത്. എന്നും ഈ 2 ജമാഅത്തിനും. നോക്കൂ നിങ്ങൾ, മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സംഘശക്തി ആയി പ്രവർത്തിക്കുന്നവർക്ക് തുരങ്കം വെക്കുന്ന കാര്യത്തിൽ എന്നും ഈ 2 ജമാഅത്തുകാരുകളും ഈ 2 ജമാഅത്തും ഒരേ തൂവൽ പക്ഷികളാണ്, ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്.
എവിടെയുള്ളത് ഫിത്ന ഉണ്ടാക്കുന്ന കാര്യത്തിൽ? അല്ലേ? രണ്ടു കക്ഷികളും ന്യൂനപക്ഷമാണ്. മീഡിയകളും പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ മറ്റ് സാഹിത്യ രംഗത്തും ഒക്കെ ഇവർ രണ്ടുകൂട്ടും നല്ല ഉന്നതിയിലാണ്. വലിയ നമ്മളെക്കാൾ പരമാവധി അതൊക്കെ ഉപയോഗപ്പെടുന്ന കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരനും മുസ്ലിം ജമാഅത്തുകാരനും എല്ലാരെക്കാളും മേലെയാണ്. അതുപോലെ തന്നെ ലോക സംഘടനകളെ നോക്കുകയാണെങ്കിൽ മൊസാദും അതുപോലെ തന്നെ ജൂത സംഘടനകളും ഒക്കെ ലോകത്ത് മറ്റേത് മതസ്ഥരക്കായും ആ കാര്യത്തിൽ മേലെയാണ്. നിങ്ങളും മേലെയാണ്. അതൊന്നും ഞങ്ങൾ നിഷേധിക്കണില്ല. അങ്ങനെ ഓരോ കാര്യവും ചക്കിക്കൊത്ത ശങ്കരനെ പോലെ ഈ രണ്ട് ജമാഅത്തുകാരുടെയും തുല്യതകൾ പരിശോധിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ 100 കണക്കിനുണ്ടാവും. ഇവർക്കുണ്ടായിരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ആദർശപരമായ ഒരു കാഴ്ചപ്പാടിലെ ചില വ്യത്യാസങ്ങളായിരുന്നു. അതിലുപോലും ഇപ്പോൾ യോജിപ്പിന്റെ മേഖലകളിൽ എത്തിയപ്പോ പേരിൽ പോലും സാമ്യതകൾ, അല്ലേ? ഏതാ ജമാഅത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലായി ഇവരെ വയലു കേട്ട. ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ വയലു കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവും നമ്മുടെ ശരീരവും ഒരുപോലെയാണ്. പ്രവാചകരുടെ തിരുശരീരത്തിന് നേലുണ്ടാകും, നമ്മുടെ ശരീരത്തിനും നേലുണ്ടാകും. പ്രവാചകരുടെ തിരുകേശത്തിന് നേലുണ്ടാകും, നമ്മുടെ കേശത്തിനും നേലുണ്ടാകും. ഇതല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസംഗം? നിങ്ങളെ പ്രസംഗോ കുറച്ച് നീട്ടുന്നു മാത്രം. നമ്മുടെ മുത്തുനബിയുടെ തിരുശരീരം എന്നാൽ അതിന് നേലുണ്ടാകും കേട്ടോ എന്ന് പറയും. അപ്പൊ ആൾക്കാർ കരുതും ഇതാണ് സുന്നത്തെ മായത്ത്, അല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ സുന്നത്തെ മായത്തായി. മറ്റൊരു പറയണത് അതന്നെയാണ്, തിരുനബിയുടെ തിരുശരീരത്തിന് നേലുണ്ടാകുമല്ലോ എന്ന് ഒരു ചോദിക്കുമ്പോൾ നമ്മൾ കരുതും വളരെ സാഹിത്യത്തിൽ പറയുമ്പോൾ ഇത് വേറെ, ഇയാൾ പറയുന്നത് വേറെയാണ്. അതേ വാക്കാണ് പേരോട് ത്രേമസക്കാഫി പറയുന്നത്. പക്ഷെ അത് പറയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരത്തിന് നേലുണ്ടിട്ടോ, ജീവിതത്തിൽ തന്നെ നേലുണ്ടിട്ടോ എന്നാണ് പറയും. മൂപ്പര് അത് കേട്ടാ മൂപ്പര് കാര്യപ്പെട്ട സുന്നത്തമായത്ത പറയണമെന്ന് ഇവരെ തെറ്റിദ്ധരിക്കും. രണ്ടും ഒരേ സംസാരം. മൊയ്ജിസത്ത് മുറിയും പൊന്നമ്പ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നതും ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയുന്നത് എന്താ വ്യത്യാസം? അല്ലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലാതിലുമായി. ആദ്യം രാഷ്ട്രീയമായ രംഗത്തായിരുന്നു ഇവർക്ക് അഭിപ്രായ ഐക്യമുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പ്രവർത്തന രംഗങ്ങളിൽ ഇവരുടെ രീതികളും മറ്റുമൊക്കെ യോജിച്ചു വന്നു. അതും കഴിഞ്ഞിപ്പോ ആശയത്തിലും ആദർശത്തിലും പോലും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ഒരേ ആശയത്തിന്റെയും ആദർശത്തിന്റെയും ഒരേ തൂവൽ പക്ഷികളായി ഇവർ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ 1989 ഡിസംബർ 21 വ്യാഴാഴ്ച കുവൈത്തിൽ വെച്ച് വയറ്റിലുണ്ടായ ഈ കുട്ടിയുടെ പ്രസവം സത്യത്തിൽ ഞങ്ങൾ ആറ്റുനോറ്റ് കാത്തിരുന്നതായിരുന്നു. ഇത് നിങ്ങളുടെ വയറിൽ കടന്നുകൊണ്ട്, ഗർഭാശയത്തിൽ കടന്നുകൊണ്ട്, ഈ കാന്തപുരം വിഭാഗത്തിന്റെ ഗർഭാശയത്തിൽ കടന്നുകൊണ്ട് എത്ര മുടി ചുറ്റി അതിനെ കെട്ടിയിടാൻ, ഗർഭാശയത്തിൽ കെട്ടിയിടാൻ ശ്രമിച്ചാലും ഒരു ദിവസം അത് ചാപ്പിള്ളയായി പുറത്തു വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങളത് കാത്തു നിൽക്കുക തന്നെയായിരുന്നു. കാരണം അന്ന് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലോ, അല്ലേ? അന്ന് ഞങ്ങൾ രമിച്ചിട്ടില്ല, അന്നൊരു വിത്തും പാകിയിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പ്രസംഗിച്ചിരുന്നല്ലോ, അല്ലേ? അന്ന് ഫോട്ടോക്ക് ഒരുമിച്ച് നിന്നത് അന്ന് ഞങ്ങൾ ദമ്പതികളായിട്ടല്ല എന്നൊക്കെ പ്രസംഗിച്ചിരുന്നല്ലോ. പക്ഷെ ഞങ്ങൾക്കുറപ്പായിരുന്നു അവിടെ അവിശുദ്ധ ഗർഭത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. മഹാമനീഷികളായ ദീർഘവീക്ഷണമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ അന്നേ അത് പ്രവചിച്ചിരുന്നു, അല്ലേ? അവിടെ നടന്നത് അവിശുദ്ധ കൂട്ടുകെട്ടായിരുന്നു, അവിടെ നടന്നത് അവിശുദ്ധ വീഴ്ചയായിരുന്നു. ആ സംഭവത്തിൽ, ആ ഗർഭധാരണത്തിൽ ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ സന്താനം പിറക്കാൻ പോകുന്നുണ്ട്. അതെന്നെയെന്നു അത് നിങ്ങളിങ്ങനെ ഉറക്കനെ പറഞ്ഞു സുന്നി 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 എന്ന്. സുന്നി എന്ന് ഉറക്കനങ്ങൾ പറയാനുള്ള കാരണം അതായിരുന്നു. പേടിച്ചിട്ടേ കുമ്പളങ്ങ കട്ടവനെ പോലെ അല്ലേ? കുമ്പളങ്ങ കട്ടവനെ പോലെയായിരുന്നു നിങ്ങൾക്ക് തന്നെ ഒരു തോന്നല് ഞാൻ സുന്നിയല്ലേ, ഞങ്ങൾ സുന്നിയല്ലേ, നിങ്ങൾക്ക് തന്നെ ഒരു തോന്നല്. നിങ്ങളിൽ തന്നെ വന്നിട്ട് ആരെങ്കിലും കണ്ടോ? നിങ്ങൾക്ക് തന്നെ ഒരു തോന്നല് വെറുതെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർക്ക്. എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുമ്പോ, അല്ലെ?
ഒരു കെട്ടുന്ന സമയത്തുണ്ടല്ലോ, ആരെങ്കിലും കണ്ടോന്നൊരു വേജാറ്, വെറുതെ കണ്ട ഒക്കപ്പാടെ കൊടുത്തിട്ടുണ്ടോ ചങ്കി കെട്ടുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. കുട്ടികളാകുമ്പോൾ എന്തെങ്കിലും എടുത്തുന്ന സമയത്ത് ചങ്കി കെട്ടുമല്ലോ. കാരണം എന്താണ്, ആരെങ്കിലും കാണുന്നുണ്ടോ വേജാറായിട്ട്. ഇങ്ങക്ക് തന്നെ ആരെങ്കിലും നിങ്ങൾ സുന്നികളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടായിരുന്നു സത്യത്തിൽ നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ കെട്ടുന്നവന് ചങ്കി കെട്ടുന്നത് പോലെ ഇടക്കിടക്ക് നിങ്ങൾ ഇങ്ങനെ സുന്നി 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 എന്ന് പറഞ്ഞിരുന്നത്. ഇതൊക്കെ പറയുമ്പോ തന്നെ നമുക്കൊരു സംശയം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. വാപ്പ പത്തായത്തിലും ഇല്ലാറില്ലേ? വാപ്പ അല്ലേ, മറ്റേ ഇയാള് പത്തായത്തിലും ഇല്ലാന്ന് പറഞ്ഞല്ലേ വാപ്പ വന്നപ്പോ, അതുപോലെ കാക്ക പത്തായത്തിലും ഇല്ല എന്ന് പറഞ്ഞതുപോലെ സത്യത്തിൽ നിങ്ങൾ ഏർപ്പാട്. നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഞങ്ങൾ സുന്നികളാണ്. കാരണം അതല്ലാന്ന് വരാൻ പോകുന്നുണ്ട്. പക്ഷെ എത്രയാണെങ്കിലും ഏത് ഗർഭത്തിനും ഒരു ദിവസം അത് പുറത്തു വരൽ, ഏത് ഗർഭധാരണം സംഭവിച്ചാലും പ്രസവറപ്പ. അല്ലെങ്കിൽ ഞങ്ങൾ ഡെയിലി വെറുതെ ഞങ്ങൾ ഈ ഓപ്പറേഷൻ നടന്നിരുന്നു അല്ലേ, എന്നും നമ്മളിന്ന് ഓപ്പറേഷൻ ആണെന്ന് അറിയും. ആൾക്കാർ കേട്ടു എന്തപ്പോ ഈ ഓപ്പറേഷൻ, കുറെ കാലമല്ലോ KCR ഓപ്പറേഷൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇന്ന് വരെ ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. ഇവരെ ഓപ്പറേഷൻ ചെയ്തു, പക്ഷെ ഒരു ദിവസം ഈ ഓപ്പറേഷൻ ചെയ്ത സാധനം പുറത്തു വരും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നേ. ആ വേഷവും ജമാഅത്ത് വരെ പോലെ ആക്കണമെന്ന് അവരെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് പറയുന്നത്. പ്രയോഗങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ആക്കി ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്നും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖല ഏതാ? ശംസുദ്ദീൻ ഫൈസി ഉസ്താദ്, ഞങ്ങളവിടെ ജമാഅത്തിൽ കമ്മിയാണ്. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊരു 1.5 ജമാഅത്തുണ്ട്. കാരണം അത് വളരൂലല്ലോ. കാരണം അത് ഓലിങ്ങനെ പെറ്റ് ജമാഅത്ത് ഉണ്ടാകുക എന്നത് അത് വളരൂല. ഒരു നീളം കൂടിയ ഒരാളും ഒരു നീളം കുറഞ്ഞ ഒരാളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 1.5 ജമാഅത്താണ് ഞങ്ങളുടെ നാട്ടിൽ. അത് അന്നും ഇന്നും 1.5 തന്നെയാണ് പ്രസംഗിച്ചിരുന്നത്. അതുപോലെ ഈ സാധനം പെറ്റ് വരൂലല്ലോ അല്ലേ? ആ 1.5 ജമാഅത്ത് അവരുടെ എന്നും പ്രവർത്തനം എന്താണ്? അവരുടെ മേഖല സാമൂഹ്യ പ്രവർത്തനം. അത് ശ്രദ്ധിച്ചുക്കണം. ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിലൊക്കെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വളരെ മുമ്പിലേക്കാണ് അല്ലേ? ഒരു മുജാഹിദീങ്ങളെ പോലെ ഇങ്ങനെ തൗഹീദ് പറഞ്ഞിട്ടും മുജാഹിദീങ്ങളെ പോലെ ഇങ്ങനെ തറാവീന്റെ നിസ്കാരത്തിന്റെ എണ്ണങ്ങൾ എണ്ണീറ്റൊന്നും നടക്കുന്ന ആൾക്കാരല്ല. അവർക്ക് അതൊന്നും ഒരു അർത്ഥമല്ല. ഒരു നിസ്കാരം എന്ന് പറയുന്നത്, നോമ്പ് എന്ന് പറയുന്നതൊക്കെ ഇവിടെ മുസ്ലിങ്ങളൊക്കെ പട്ടാളക്കാരാണ്. ഇസ്ലാമിക ഗവൺമെന്റ് രൂപീകരിക്കേണ്ട പട്ടാളക്കാരാണ്. ആ ഇസ്ലാമിക ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള പട്ടാളക്കാരുടെ പട്ടാള ചിട്ടകളാണ് ഈ നോമ്പ് നിസ്കാരം എന്നൊക്കെ ഒരു പറയാം. അതിലെ എക്സസൈസാണ് ചുരുക്കി പറഞ്ഞാൽ. അതിലെ ഡയറ്റും എക്സസൈസും ഒക്കെയാണ് ഈ നോമ്പ് നിസ്കാരവും എന്നൊക്കെ പറഞ്ഞാൽ. അതൊക്കെ ലക്ഷ്യം സ്വർഗവും അള്ളാനെ കണ്ടുമുട്ടലൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ലക്ഷ്യം എന്താ? ഹുക്കൂമത്തെ ഇലാഹി, ഇവിടെ ഇസ്ലാമിക ഗവൺമെന്റ് സ്ഥാപിക്കാതെ അതൊരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം. എന്നിട്ട് അതിനാണ് ഇപ്പോ സരിതയും ജാനകിയും അമ്മുക്കുട്ടിയും പാർവതിയും അല്ലെ ഗണപതിയും ഒക്കെ പാടെ കൂടിയിട്ട് ഇപ്പൊ സ്ഥാനാർത്ഥികളായിട്ട് ഹുക്കൂമത്തെ ഇലാഹി ഉണ്ടാക്കാനേ, ഹുക്കൂമത്തെ കുലാവി ഉണ്ടാക്കാം അല്ലെ? ഒക്കെ പാടെ കൂട്ടിയിട്ട് ഇവരൊക്കെ പാടെ കൂട്ടിയിട്ട് അല്ലെ, എല്ലാ തോമസും അല്ലെ, കാഞ്ഞിരക്കുറ്റി അല്ലെ, കാഞ്ഞിരക്കുറ്റി മുതൽ മൂർക്കമ്പാമ്പ് വരെ ഇവരൊക്കെ പാടെ കൂട്ടിയാലേ ഹുക്കൂമത്തെ കുലാവി ഉണ്ടാക്കുന്നത്, ഇലാഹിയല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതൊക്കെ വെറും ശുദ്ധ തട്ടിപ്പായിരുന്നു. ഇവർക്കൊക്കെ ഒരു ലക്ഷ്യമാണ്. രാഷ്ട്രീയല്ല, ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, രാഷ്ട്രീയത്തിനോട് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ടക്ക് ഇങ്ങനെ പറയലോ. ഇവരെ പിന്നിൽ എന്താ ഉള്ളത്? രാഷ്ട്രീയം തന്നെയാണ് ലക്ഷ്യം. രാഷ്ട്രീയപരമായ ചിന്തയും രാഷ്ട്രീയപരമായ സമീപനങ്ങളും അനങ്ങിയ തൊള്ള പൊളിച്ച രാഷ്ട്രീയം അല്ലാതെ ഇവർക്ക് എന്താ ഉള്ളത്? ഏതെങ്കിലും രാഷ്ട്രീയത്തെ അനുകൂലിച്ച് പറയാം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ എതിർത്ത് പറയാം, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് വന്നതിനെ കുറ്റം പറയാം, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെടാതെ ഒരു പ്രഭാഷണമോ ഒരു പരിപാടിയോ വല്ല അവസാനിക്കലുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ കുളിച്ചത് പറയാം, സ്റ്റേജ് മക്കാരിയ. അവര് ആ കോണി കോട്ട് ചെയ്താൽ നരകത്തിലേക്കുള്ള കോണിയാണ്, അല്ലെങ്കിൽ ആ കോണി അങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ കോണി ഇങ്ങനെയാണ്. കുറച്ച് കഴിയുമ്പോൾ പറയാം ഞങ്ങൾ ആ കോണിനെ ഞങ്ങളാണ് കോണിനെ അധികാരത്തിലെത്തിച്ചത്. ഒന്നുമില്ലെങ്കിൽ നല്ലത് പറയാം, അല്ലെങ്കിൽ ചീത്തത് പറയാം. എന്തായാലും രാഷ്ട്രീയത്തിന് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ, രാഷ്ട്രീയക്കാരെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ, രാഷ്ട്രീയക്കാരെ സ്നേഹിച്ചോ ദേഷ്യപ്പെട്ടോ, എന്തെങ്കിലും രാഷ്ട്രീയപരമായ ഒരു ചുറ്റുവട്ടത്തിലല്ലാതെ ഈ ആള് ജീവിച്ചിട്ടേ ഇല്ല. അതുമായി ബന്ധപ്പെട്ടിട്ട് മാത്രം പ്രഭാഷണങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി തന്നെ അവരുടെ പ്രവർത്തന മേഖല രാഷ്ട്രീയവും സാമൂഹികവുമാണ്. നിങ്ങളുടെ പ്രവർത്തന മേഖല രാഷ്ട്രീയവും മതപരവുമായിരുന്നു, ഇപ്പോൾ രാഷ്ട്രീയവും സാമൂഹികവുമായി അല്ലേ? പുറത്തെ ആൾക്കാർ നമ്മളവിടെ എന്തെങ്കിലും ഒരാൾക്കൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരോട് പറഞ്ഞാൽ മതി, ഒരു വേഗം വണ്ടി കൊടുന്നു കണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുന്നു വെച്ചു. ഫോട്ടോ എടുക്കണമെന്നും മാധ്യമത്തിൽ കൊടുക്കണമെന്നും ഒറ്റ നിബന്ധനയേ ഉള്ളൂ. ഫോട്ടോ എടുക്കണം, എന്ത് ചെയ്താലും മാധ്യമത്തിൽ കൊടുക്കണം. വേറെ ഒരു ഉദ്ദേശമല്ല. വലത് കൈ കൊടുത്താൽ ഇടത് കൈ അറിയാൻ പറ്റൂല. മാധ്യമത്തിലും
മീഡിയ വണ്ണിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അതിൽക്കൂടി ജനങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്നൊരു ചിന്താഗതി മാത്രം. എല്ലാ പ്രവർത്തനവും ചെയ്യും മാധ്യമത്തിൽ കൊടുക്കണം. ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇതുപോലെ ഇപ്പോ ഇവരിതേപോലെ അല്ലെ ആംബുലൻസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവേഷത്തിന് നേലുണ്ടാവോ? പ്രവാചകർക്ക് നേലുണ്ടാവോ? നേലുണ്ടാവുകയില്ല. പ്രവാചകന് നേലുണ്ടാക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന് പോയിട്ട് പ്രസംഗിച്ച അവര് പറയും, ഞങ്ങൾ കിടങ്ങഴി യൂണിറ്റിൽ അതിന്റെ പ്രവർത്തകന്മാർ ഒരു ആംബുലൻസ് കൊടുത്തില്ലേ എന്ന് വെച്ചു. മറുപടിയാണ് ഞങ്ങൾ